ഹലോ ഹായ് വെൽക്കം ടു BB വിത്ത് ബോണ്ട് വീക്ക്ലി അനാലിസിസ്. ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്ട്രോ FM അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. കൂടാതെ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഫോളോ ചെയ്യുക. അവിടെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻ്റൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്ക് 3 ആണോ 4 ആണോ ഇത് എന്തോ, എന്തായാലും നമ്മുടെ വീക്ക്ലി അനാലിസിസുമായിട്ടാണ് വന്നിരിക്കുന്നത്, രണ്ടാമത്തെ എപ്പിസോഡ്. അപ്പം ഐ വെൽക്കം മിസ്റ്റർ ജെയിംസ് ബോണ്ട്. വെൽക്കം ടു ദ ഷോ. അഷാരേ, എന്തൊക്കെയുണ്ട് അഷാരേ? ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ 1 മുതൽ 16 വരെയുള്ള ദിവസങ്ങളാണ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയാണ്, അതായത് ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞു. ഇതിപ്പോൾ 3rd വീക്കിൻ്റെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. യെസ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീക്കിൽ ലലിച്ചൻ? എങ്ങനെ ലലിച്ചൻ്റെ പെർഫോമൻസ്? എങ്ങനെ? പ്രൊമോയിലൊക്കെ ഭയങ്കര തീയായിരുന്നു. പക്ഷേ അത് ഞാൻ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നേ, ലാലേച്ചൻ പ്രൊമോ വരുമ്പോൾ ഫയറാണ്, എപ്പിസോഡ് വരുമ്പോൾ ഫ്ലവർ ആണ്. ഫയർ ആണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അല്ലേ? പകുതി ഫയർ, ഒരു ലോ ഫ്ലെയിമിലുള്ള ഒരു ഫയർ, അത്രേ ഉള്ളൂ. ഫയർ പക്ഷെ കൊള്ളായിരുന്നു. എനിക്കെന്തോ ലാലേച്ചന്റെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഭയങ്കര തണുത്ത പുള്ളി. എന്തോ ചുമ്മാ എല്ലാം ഒരുമാതിരി ഒഴുക്കം വിട്ട് എന്തോ പറഞ്ഞിട്ട് പോയി ഓടിക്ക് തോന്നി. പക്ഷെ ഇപ്രാവശ്യം ഒരു ലോ ഫ്ലെയിം എത്തിയിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. ലാലേച്ചൻ അങ്ങനെ ഒരു ഫയർ മോഡൽ വന്നു. പക്ഷെ പിന്നെയും പുള്ളി പിന്നെ പഴയ മൂഡിലോട്ട് പോയി, അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് പിന്നെ തിരിച്ച് എനിക്ക് ഫയർ ആക്കാൻ ശ്രമിച്ചാന്ന് തോന്നാ, മറ്റേ വീട്ടിലോട്ടൊക്കെ പോയി കാണിച്ചതൊക്കെ. പക്ഷെ അത് പാത്രം കഴുകാൻ പോയിട്ട് ലാലിച്ച തന്നെ അല്ല, വേണ്ട ഞാൻ തന്നെ കഴുകാന്നൊക്കെ പറഞ്ഞ് 2 വെള്ളം ഒഴിച്ചിട്ട് പുള്ളി ഓർത്ത് ശരി, ഇപ്പൊ മീൻകറിയൊക്കെ കയ്യിലൊക്കെ പറ്റിക്കണ്ട്, എന്തിനാ വെറുതെ ഓർത്ത്. അത് ചുമ്മാ അവരെന്നെ തീരുമാനിച്ചു ഒന്ന് ഫയർ ആക്കണം എന്ന് വിചാരിച്ച് എനിക്ക് ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്ത പോലെ തോന്നി. എല്ലാരും എന്നൊക്കെ പറഞ്ഞു ചുമ്മാ. മറ്റേ സ്പൈക്കുട്ടനൊക്കെ ആയിട്ടൊക്കെ അകത്തോട്ട് കയറി. അതിന്റെ ഉദ്ദേശം സ്പൈക്കുട്ടനെ ചുമ്മാ ലാലിച്ചൻ ഇങ്ങനെ നടക്കുമ്പോ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. ഞാൻ ഓർത്ത് ഇടയ്ക്ക് കയറ്റി വിട്ടിട്ട് അവൻ എന്തെങ്കിലും ഇങ്ങനെ സ്പൈ വർക്ക് എന്തെങ്കിലും ചെയ്യുമായിരിക്കും, എവിടെ വേണേലും കയറാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, ചുമ്മാ ഇങ്ങനെ നടക്കുന്ന അതിന്റെ കൺട്രോളിങ് ഒന്നും ശരിയാ. എനിക്കും ചിലപ്പോ അടുത്ത ആഴ്ച വരികയായിരിക്കും. അടുത്ത ആഴ്ച ലാലേച്ചൻ ഇല്ലല്ലോ, അപ്പൊ സ്പൈക്കുട്ടനായിരിക്കും ഇനി ഹോസ്റ്റ് ചെയ്യുന്നത്. ലാലിച്ചൻ പറഞ്ഞ ലാലിച്ചൻ എന്തോ അടുത്ത ആഴ്ച പുള്ളി എന്തോ യാത്രയിലാണ്. ഇപ്പൊ ഞാൻ അതുകൊണ്ട് നിങ്ങളെ കാണാൻ വരില്ല, പക്ഷെ ഞാൻ നിങ്ങളെ കാണാൻ വരും എന്ന് പറഞ്ഞു. അപ്പൊ മേ ബി ഇനിയിപ്പോ വീഡിയോ പണ്ട് ഇതുപോലെ എന്തോ ജപ്പാനിലെങ്ങാണ്ട് പോയിട്ട് ഏതാണ്ട്. ആണോ? നീ കണ്ടിട്ടില്ലേ? ഇല്ല. ഏത് സീസൺ ആയിരുന്നു? സീസൺ 5 ആണോ? ഓർമ്മയില്ല. പുള്ളി ജപ്പാനിൽ പോയിട്ട് ജപ്പാനിലിരുന്നുകൊണ്ട് സൂം കോൾ ചെയ്തായിരുന്നു. ഞാൻ മറ്റേ കോവിഡിന്റെ ടൈമില് തമിഴ് ബിഗ് ബോസിൽ ഓഡിയൻസ് എല്ലാം മറ്റേ സൂം കോള് വരുന്നത് കണ്ടിട്ടുണ്ട്. കമൽ സാർ അവിടെ ഒഴിഞ്ഞ സ്റ്റേജില് എന്നിട്ട് ഓഡിയൻസ് പറയുന്നത് അത് കണ്ടിട്ടുണ്ട്. അപ്പം ഈ ആഴ്ച ആരെയാണ് നിനക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തതായിട്ട് തോന്നിയത്, ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ആരെങ്കിലും ഒക്കെ? എല്ലാം കണക്ക് തന്നെ. എനിക്ക് ആരും പ്രത്യേകിച്ച് അങ്ങനെ വേസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആരായിരിക്കും. അരിയൻ കട്ടോറിയാണ്. പക്ഷേ ബെസ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അനീഷ്, മേ ബി അനീഷ്. മറ്റേ ഗെയിമിലല്ലേ, ഇപ്പോൾ മുതൽ ബിഗ് ബോസ് അല്ല അവന്റെ തന്ത എന്ന് പറഞ്ഞാൽ മിണ്ടല്ല എന്നുള്ള രീതി. അതെനിക്ക് തോന്നുന്നു പുള്ളി അറിഞ്ഞോണ്ട് വേറെ ഇനി ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണോ പറഞ്ഞു. പക്ഷെ അതൊരു നല്ല ഗെയിം ചെയ്യും. പുള്ളി അത് ചിന്തിച്ചു. ഒരു സീസൺ ഫുള്ള് മിണ്ടാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടസ്റ്റന്റ് ആയിട്ട് പൈസ ഒന്നും ഇവിടെ ഇരുത്താനാണോ ബിഗ് ബോസ്? അപ്പൊ ഒരിക്കലും അത് ചെയ്യത്തില്ല എന്നുള്ള ബുദ്ധി പുള്ളിക്ക് വന്നു. അത് മര്യാദക്ക് പോയേനെ. ഈ ആര്യൻ ആവശ്യമില്ലാന്ന് അവൻ കയറി തല മുട്ടയടിക്കരുതെന്ന് ജിസേലിനോട്. ഇവൻ ആ ജ്യൂസ് എടുത്ത് അങ്ങ് കുടിച്ചാൽ പോരെ, പിന്നെ ജിസേലിന്റെ ചോയ്സ് അല്ലേ. അവൻ അത് യൂസ് ചെയ്ത ശരിക്കും പൊളഞ്ഞ് ഒരു കാര്യമില്ല. അത്
അത് എനിക്ക് ജിസൈലിന്റെ തോന്നുന്നത് അറിയോടാ, ആര്യൻ പുള്ളി അഹങ്കാരത്തെക്കാൾ കൂടുതൽ പുള്ളി ഒരു മണ്ടനാണ്. ബേസിക്കലി ഒരു പിന്നെ കുറച്ച് മണ്ടനാണ് എന്നാണ് ഹൈപ്പറുമാണ്. കുറച്ച് ഹൈപ്പർ. പുള്ളിക്ക് ADHD ഉണ്ട്. അപ്പൊ ADHDയുടെ കുറെ ട്രേറ്റ്സ് കാണാറുണ്ട്. പുള്ളി ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് കിഡാണ്. അതുകൊണ്ട് അതിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളിയുടെ വർത്താനം കേട്ടാൽ തന്നെ ഇങ്ങനെ ഒരു റഷ്ഡ് വർത്താനം ചില മിക്കവാറും ഇങ്ങനെ ഇങ്ങനെ തിരക്ക് പിടിച്ച് എന്തൊക്കെയോ പറയുന്ന പോലെ. അതുകൊണ്ട് എന്തൊക്കെയോ പറയുന്ന എന്തൊക്കെയോ വെളകളിത്തരം എന്ന് പറയും. ആ ഒരു പരിപാടിയുണ്ട്. പിന്നെ ഒരു ഒറിജിനലി ഒരു മണ്ടനാന്ന് തോന്നുന്നു ചെറുതായിട്ട്. കാരണം ഈ പുറത്തൊക്കെ വളർന്ന പിള്ളേർ, നമ്മുടെ നാട്ടിലുള്ള പിള്ളേർ അത്രയും ഇതല്ലല്ലോ, അത്രയും കുറ്റബുദ്ധി ഒന്നുമില്ല, പാവങ്ങളാണ് മിക്കവാറും. അപ്പം പുള്ളി എനിക്ക് അങ്ങനത്തെ ഒരു പൊട്ട് പോലെ തോന്നി ചില ക്വസ്റ്റ്യൻസ് കേട്ടപ്പോൾ. അതാണ് അത്. പക്ഷെ തലയിൽ എനിക്ക് വെച്ചോടങ്ങി ലാലേച്ചിനെ കുളിക്കുമ്പോഴും പക്ഷെ ലാലേച്ചിനെ കളിയാക്കി പറയുന്ന പോലെ എനിക്ക് തോന്നിയില്ല. എനിക്ക് പുള്ളി ജെന്യുവിനായിട്ട് മണ്ടത്തരം ചോദിച്ച പോലെയാവും തോന്നിയത്. പക്ഷേ അത് ഇന്നിപ്പം അത് ഊരാൻ പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട ബിഗ് ബോസ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെക്കട്ടെ എന്നൊക്കെ അതൊക്കെ ഒരു ചെറിയ ഉള്ളിലെ ആ ഒരു അല്ലേ, അത് കുറെ എല്ലാവരുടെ കയ്യിൽ നിന്ന് കൊട്ട് കിട്ടിയല്ലോ, ആവശ്യത്തിൽ അതിന്റെ കൂടുതൽ ഒരു ചുരുക്കമുണ്ട് അതിന്. അതുണ്ട്. അതാ പറഞ്ഞ ഒരു പിള്ളേരുടെ വാശി പോലെ ആ ഒരു സ്വഭാവം. ഒരു ഇമ്മച്ചുവർ പരിപാടിയാണ്. ഭയങ്കര ഇമ്മച്ചുവർ. പക്ഷെ ലാലിച്ചൻ അത് പ്രതീക്ഷിച്ചില്ല. ലാലിച്ചൻ കുറച്ചു നേരം ഒന്ന് സെൽഡായി നീ എന്നെ ഗുരുവാണോ മയിരേ? ലലിച്ചനത് നീ അവിടെ തലയിൽ വെച്ചിരിക്കുന്നത് ഊരിയാ മതി, എന്നെ ഊരാൻ നിൽക്കണ്ട എന്നുള്ള രീതി. പക്ഷെ അത് ലാലിച്ചൻ നോട്ട് ചെയ്ത് വെക്കും, ഇനി കണ്ടോളം അടുത്ത ആഴ്ചകളില് ലാലിച്ചൻ നല്ല കൊട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. അതെ, പുള്ളി എന്തൊക്കെയോ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു. ഞാൻ എനിക്കൊരു ക്ലിപ്പ് അയച്ചില്ലേ, മറ്റേ ഫാൻസിന്റെ അത് അപ്പാരിച്ചേർത്ത് ഇട്ട് കൊടുത്തത്. അപ്പാരിച്ചേർത്ത് ചുമ്മാ അവന് പറഞ്ഞു കൊടുത്തത്. പക്ഷെ പുള്ളി ഫാൻസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, പക്ഷെ അവന് ക്ലൂ കൊടുത്ത, അതായത് നീ ഇനി കൂടുതൽ കിടന്ന് കൊണയടിച്ചുകൊണ്ടിരുന്നാൽ പുറത്ത് ലാലിച്ചൻ ഫാൻസ് ഉണ്ട്, ഇത് നെഗറ്റീവായിട്ട് പോകുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. അവനത് മനസ്സിലായി, അതുകൊണ്ടാ പിന്നെ അവനത് ഡൈവേർട്ട് ചെയ്ത് അങ്ങനെ പോയി. നീ ചോറ് കഴിക്ക് കഴിക്ക് കാര്യമില്ലാതെ. ലാലിച്ചൻ മനഃപൂർവ്വം അവന് നേരെ ഇട്ടായിരുന്നു, അത് അൺഫെയർ ആണത്. തോന്നിയാസൊക്കെ കാണിച്ചു വെച്ചോ പോരാ, എന്നിട്ട് ഇതിലിട്ടതിലാണ്. മറ്റവന്മാരത് ഇതൊരു അവന്മാരും തെറി വിളിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അവന്മാർക്ക് അങ്ങനെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുത്തില്ലല്ലോ. ഇവനാണ് നേരെ ഇതിലോട്ട് എടുത്ത് വിട്ടതൊക്കെ. അതുകൊണ്ടും കൂടെ ആയിരിക്കണം. ചെയ്തത് മാത്രമല്ല, അത് കഴിഞ്ഞ് കുറെ അഹങ്കാരം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മര്യാദക്ക് വർത്താനം പറയേണ്ടതിന് പകരം ഇങ്ങനത്തെ കുറെ തെണ്ടിത്തരങ്ങളും പിന്നെ ആ ടാസ്കും എല്ലാം കൂടെ ആയതുകൊണ്ടാണ്. അവന്റെ ബാഡ്ജും എടുത്തു വെച്ചു, അതിന് പുറമെ നേരിട്ട് നോമിനേഷന് വിട്ടു, അത് എറിഞ്ഞേന്. പക്ഷെ അതിന് മുമ്പ് ആൾക്കാർ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അക്ബറൊക്കെ എന്തോ ഒരു പ്രാവശ്യം മറ്റേ ഇതെടുത്ത് എറിയുന്നുണ്ട് ചെയ്തിട്ടായിരുന്നു. പുള്ളി കുഷൻ വലിച്ചെറിഞ്ഞായിരുന്നു മനീഷിന്. അതിന് കിട്ടിയല്ലോ, പുള്ളിക്കും കിട്ടി. പക്ഷെ ഡയറക്റ്റ് നോമിനേഷൻ ഒന്നും ഇട്ടില്ലെന്ന് തോന്നുന്നു. എന്തോ പറഞ്ഞു. അത്ര ലൈറ്റ്, അത് പില്ലോ ആയതുകൊണ്ട് അത്ര ലൈറ്റ് ആയിട്ട് എടുത്തുള്ളൂ. ചെരുപ്പല്ലേ എറിഞ്ഞു. റംസാൻ ഇതുപോലെ എന്തോ എറിഞ്ഞേനല്ലേ, മറ്റേ അവന് തുടക്കം തൊട്ട് അവസാനം വരെ അവനുണ്ടായിരുന്ന അത്രയും നാള് ഡയറക്റ്റ് നോമിനേഷൻ ആയിരുന്നല്ലോ എല്ലാ ആഴ്ചയും. പിന്നെന്തോ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടാ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അത് 10 വർഷം അതാണ് മറന്നുപോയി. എന്നിട്ട് എഴുതണമെന്നോ ഞാൻ ഇനി എന്താ പറയത്തില്ല, അങ്ങനെ എന്തോ എന്തോ ഉണ്ടായിരുന്നു. അതുപോലെ എത്രയൊന്നും നേരിട്ട് ഈ ആഴ്ച നോമിനേഷനിൽ ഇട്ടതേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം പുള്ളിക്കാരന്റെ ഡയലോഗ് ആയിരുന്നു, മറ്റേ ഇവനോട് തുണി ഊറാൻ പറഞ്ഞാൽ ഊറുമോ. അത് നേരെ അതിലോട്ടൊക്കെയാ പോകുന്നു. അതെ. പിന്നെ കുറെ ഇത് മാത്രമല്ല, അവന്റെ നിലപാടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മാറ്റി മാറ്റി പറഞ്ഞ എല്ലാം ഇട്ട് കാണിച്ച് ഇനി ഒന്നും ഇല്ല ബാക്കി, ഫുള്ള് അലഞ്ഞ് നാറിപ്പോയി. ലാലിച്ച് പിന്നെ മറ്റേ എനിക്ക് ലാലിച്ചിന്റെ ട്രിമ്മർ കൊടുത്തിട്ടേ അതെടുത്ത് വെച്ച് പൂജിച്ചോളൂ എന്ന് പറഞ്ഞത് ഹൈലൈറ്റ് ആയിട്ട്. അതെ, അത് വയ്ക്കുന്നുണ്ട് നോക്കിമണി, നിനക്ക് തരുമ്പോ മയിരേ നീ നിന്റെ തലയിലെ മുടി വെട്ടാൻ പോലും തയ്യാറല്ല, പിന്നെ നിനക്കെന്തിനാണ് ട്രിമ്മർ എന്നുള്ളത്. നീ താടി വളർത്തിയാണ് നടന്നാ മതി. കത്തിയൊക്കെ എടുത്ത് ഇവന് പക്ഷെ ബാഡ്ജ് ഉള്ളതല്ലേ, അപ്പൊ ഇവന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൽ ട്രിമ്മർ ഒന്നും ഇല്ലേ, തുണി മാത്രമേ ഉള്ളൂ. തുണി മാത്രമേ കാണത്തുള്ളൂ.
അല്ല പിന്നെ അവൻ എന്തിനാ പോയി കത്തിയൊക്കെ എടുത്ത് ചെയ്യുന്നു? അതെ. ട്രിമ്മർ ഇല്ലേ അവന്? എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാന്ന്. കാര്യം ഇവൻ ഇലക്ട്രോണിക്സ് തുടക്കം തൊട്ടേ ബാഡ്ജ് വെക്കുന്ന ആളല്ലേ, അപ്പൊ ഇവന്റെ പെട്ടി സാധനങ്ങളെല്ലാം ഇവന്റെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഇലക്ട്രോണിക്സ് ഇതൊന്നും ഒക്കെ ഇല്ല. കൊണ്ടുവരാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടാ. എന്താ പറ്റാഞ്ഞിട്ട്? ഇവര് ഹെയർ ഡ്രയർ ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അല്ല എനിക്കൊന്ന് ഈ ഷേവിങ് ഇതൊക്കെ സാധാരണ ബേസിക് ഇതിൽ വരേണ്ടതാണ്. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ റേസറൊക്കെ കൊടുക്കുമായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അറിഞ്ഞൂടാ. എന്താണേലും പുള്ളി കത്തിയൊക്കെ എടുത്ത് വെച്ച് ചെയ്യാൻ പോയത്. അത് ചുമ്മാ വെള്ളത്തിന്റെ അടിയിലൊന്ന് കാണിച്ചിട്ട് എടുത്തോണ്ട് പോകും. എന്നിട്ട് അത് എല്ലാവർക്കും സമൂസ വെച്ചാണ് മുറിച്ച് സമൂസ കൊടുക്കും. മുറിച്ച്. അതെ, അതൊന്നും കാണിച്ചു പോലും ഇല്ലല്ലോ. അത് കാണിച്ചോ സമൂസ മുറിക്കുന്നതല്ലോ? അതൊന്നും കാണിച്ചൊന്നുമില്ല. ഇനി ലൈവില് വല്ലതും ഉണ്ടോ അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്തോ ആയിരുന്നു, ജാസ്മിനോ ചായ ഇടുന്നു, അത് എല്ലാം ഹൈജീൻ 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 എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. ജിസയില് മറ്റേ ഇത് ടേസ്റ്റ് നോക്കിട്ട് അതിന്റെ അകത്ത് തന്നെ ഇട്ട് അതുകൊണ്ട് ഇതാക്കിയത്. പിന്നെ കഷത്തിലോട്ട് മാവ് കൊണ്ടുപോയിട്ടെന്ന് ചൊറിഞ്ഞിട്ടെന്തോ തിരിച്ച് മാവോട് അത് ഉണ്ടാക്കാൻ വന്നത്. പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുക, ഇതേ ഉള്ളായിരുന്നു. പിന്നെ അനിമോൾ ആര്യന്റെ മറ്റേ തുടക്കിട്ട് കുണ്ടിക്കിട്ട് അടിച്ചത് അത് കാണിച്ചായിരുന്നു ആ തവി വെച്ച്. പക്ഷെ അതാരും അങ്ങനെ പറഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല. അത് ആരും ശ്രദ്ധിച്ചില്ല. പിന്നെ മറ്റേ അതേ കയറി മറ്റേ സ്ലാബേ കയറിയിരുന്നത്. അതൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്രാവശ്യം. പറഞ്ഞു? ഇല്ല ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇപ്രാവശ്യം മെയിൻ ഫോക്കസ് ആര്യനായിരുന്നോണ്ട് അവനെ തന്നെ അങ്ങ് പെട്ടിക്കൂട്ടി. നല്ലൊരു പക്ഷെ ഒനീലിനെ ഒന്നും അങ്ങനെ അധികം പറഞ്ഞില്ല. ജസ്റ്റ് ആൾക്കാർ പറയുന്നത് കാണിച്ചു എന്നല്ലാതെ വേറെ ഒന്നും. അത് തന്നെ അവനൊരു ക്ലൂ ആണ് എന്താണ്. പക്ഷെ പുള്ളിക്ക് അതൊന്നും ഒരു മൈൻഡ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വലിയ അതിലൊരു മാനസാന്തരം ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. പുള്ളിക്കൊരു അഹങ്കാരം ഫേസും ഉണ്ട്, വർത്താനത്തിലും എന്തോ എല്ലാത്തിലും ഒരു ഇനിയിപ്പോ ബിഗ് ബോസിൽ ആറ്റിറ്റ്യൂഡ്. ആരെങ്കിലും വല്ല ഇതിന്റെ അകത്ത് വല്ലൊരു പരിചയക്കാരുണ്ടോ? പുള്ളി നടക്കുന്ന കണ്ടു കഴിഞ്ഞാല് ബിഗ് ബോസ് എന്നെ തന്തയുടെ വകയായിരുന്നുള്ള ഒരു മൈൻഡിലാണ്. പുള്ളി സിനിമാടനൊക്കെയാ. സിനിമാടനാണോ? ഈയിടെ ഏതോ മറ്റേ ഇവന്റെ ഇന്റർവ്യൂല് അറിയാമോ, നമ്മുടെ ഹരിശ്രേഷവന്റെ മോന്റെ ഇന്റർവ്യൂല് പറയുന്ന കേട്ടോ, ഏതോ സിനിമയിൽ അവരോട് അഭിനയിച്ചിട്ടുണ്ടോ നീലിനെങ്ങാണ്ട്. ഓ ആ കാണുമായിരിക്കും. എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ എനിക്ക് എന്തോ എവിടെ ഒരു പരിചയമുള്ള മുഖം പോയത് മുഖം. അതെ. പിന്നെ പിന്നെ അനിമോളുടെ ഇന്നത്തെ കിച്ചണിലെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? കിച്ചൺ എന്താ അല്ല, അനുമോള് പിന്നെ കണ്ടന്റ് ഉണ്ടാക്കുന്ന അങ്ങനെ ആണല്ലോ. അതാണ് അനുമോളിന്റെ കണ്ടന്റ്. പക്ഷെ അതൊരു അവിഞ്ഞ കണ്ടന്റ് അല്ലേ? ഇത് കാണുന്നവർക്കൊക്കെ തോന്നത്തില്ലേ ഇതെന്തോന്ന് ഇത് കിച്ചൺ വളരെ തറവാട്ടിലെ വകയാണോ എന്നുള്ള രീതിയിൽ? അനുമോള് ഫൈറ്റ് ചെയ്യുന്നതാണ് കറക്റ്റാന്നല്ല. പക്ഷെ കാര്യമുള്ള കാര്യത്തിന് ഫൈറ്റ് ചെയ്താലല്ലേ അവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുള്ളൂ. ഇത് ചുമ്മാ അവളുടെ ഈഗോ ആണെന്നല്ലേ ആൾക്കാർക്ക് തോന്നത്തുള്ളൂ. അല്ല, സപ്പോർട്ട് കിട്ടും. കാരണം എന്താ അറിയോ, അല്ലെങ്കിൽ ഈ ശേഷാധിപതികൾ എന്ന് പറയുമ്പോഴേ ഒരു നെഗറ്റീവ് ഒരു സംഭവം. അവരെതിരെ അത് അവര് തിരികെ നെഗറ്റീവായിട്ട് ഓവറായിട്ട് ചെയ്യുമ്പോ അതിനെ എതിർക്കുമ്പോഴല്ലേ അതിനൊരു ഒരു ന്യായം നമ്മുടെ ഇതവര് ഉണ്ടാക്കാൻ പറയുന്നതിന്റെ ഇടയിൽ കയറി വെക്ക് വല്ല കാര്യമുണ്ട്. അല്ല, അത് നമുക്ക് തോന്നുന്നത്. പക്ഷെ കാണുന്ന ആൾക്കാർക്ക് പല ആൾക്കാരാണല്ലോ. അവർക്ക് മിക്കവാറും ഇത് കാണുമ്പം അനുമോൾ അവർക്കെതിരെ നെഗറ്റീവിനെതിരെ പൊരാടുന്ന സ്ത്രീ പൊരാടി തുടങ്ങി. അതുകൊണ്ട് പിന്നെ അവർക്ക് കുറെ വോട്ട് കിട്ടും അങ്ങനെ. നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ കമന്റ്സ് എടുത്ത് നോക്കിയാൽ കുറെ ടൈപ്പ് ഓഫ് ആൾക്കാരല്ലേ, പലർക്കും പല ചിന്തകളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് ഗെയിമൊക്കെ അറിയാവുന്നവർക്ക് മനസ്സിലാവും അനുമോളുടെ ചുമ്മാ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുക. ഈഗോ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. അത് മാത്രമല്ല, ഇന്ന് ഫോട്ടോ കത്തിച്ചപ്പോ കിടന്ന് കരഞ്ഞു. ആദ്യമായിട്ട് ജീവിതത്തിൽ എന്റെ ഫോട്ടോ എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ എനിക്ക് എന്താണെന്നറിയോ, എനിക്ക് പല സാഹചര്യങ്ങളിലും വരുമ്പോ അനുമോള് കുഴപ്പമൊന്നുമില്ലല്ലോ നല്ലതാണല്ലോ എന്ന് തോന്നും. അടുത്ത സെക്കൻഡിൽ ഇവളെന്തേലും കരഞ്ഞു അത് കാണുമ്പോഴത്തേക്കാ തുടങ്ങി. അത്. പക്ഷെ ഞാൻ പറയട്ടെ, അത് ലാലേച്ചൻ തന്നെ അതിന് ഇപ്പൊ എത്ര ആഴ്ചയായി? 3 ആഴ്ചയോ 4? 3 ആഴ്ചയായിട്ട് ഇവള് ആദ്യത്തെ ദിവസം വന്നപ്പോ തൊട്ട് കിടന്ന് കരയുന്നതല്ലേ. ഇതുവരെ ഒന്നും പറയുന്നില്ല അതിനെ കുറിച്ച്. ഞാൻ മറ്റേ കരച്ചിൽ കാർഡ് വലിച്ചുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോമോയ്ക്കകത്ത്, എന്നിട്ട് അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് ഇവര് നേരത്തെ ചെയ്തിരുന്നു. ഇപ്പൊ 3 ആഴ്ചയായിട്ടും പറഞ്ഞിട്ടില്ല. നേരത്തെ ചെയ്തായിരുന്ന പുള്ളിക്കാരുടെ ഈ അവിഞ്ഞ കണ്ടന്റ് നിന്നേനെ, കരച്ചിൽ കണ്ടന്റ്, എന്നിട്ട് നല്ല എന്തെങ്കിലും തന്നേനെ. ഇതിപ്പോ ട്രൂ ഇമോഷൻസ് ആണെന്നാണ് ആൾക്കാര് പറയുന്നത്. അവൾ അത്രയ്ക്ക് മണ്ടിയാണോ, അത്രയ്ക്ക് പൊട്ടിയാണോ? എത്ര വർഷമായി ഇതിനകത്തിരിക്കുന്നു, അത്രയ്ക്ക് മണ്ടിയാവോ? എനിക്കറിഞ്ഞൂടാ. അല്ല, പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലോ ഒരാള് ഫോട്ടോ കത്തിക്കുന്നത് കാണുമ്പോ നമുക്ക് വിഷമം വരത്തില്ല. അങ്ങനെ വിഷമമൊന്നും വരത്തില്ല. അങ്ങനെ വിഷമം വരുന്നുണ്ടെങ്കിൽ തലയ്ക്ക് എന്ത് പ്രശ്നം? അത് ഗെയിമാണെന്ന് എല്ലാവർക്കും അറിയത്തില്ലേ. ഗെയിമാണെന്നും അവളെ കത്തിക്കുന്നവരാണല്ലോ അവളുടെ
ആ എക്സ്പ്രഷനും എന്ന് പറഞ്ഞ ഉമ്മ ഈ സാധനം ഞാൻ തമിഴില് കണ്ടിട്ടുണ്ട്. മറ്റേ അവിടെ സ്ഥിരം ഇവര് ഉള്ളതാ നോമിനേഷന്. നോമിനേഷന്റെ അകത്ത് അവരവരെ ഫോട്ടോ ആ കത്തിക്കുന്ന അത് ചുമ്മാ പരിപാടിയൊക്കെ. ഇങ്ങനെ അല്ലാതെ ഇതെന്ത് ഓർത്തോണ്ടാണ് ഇവിടെ കത്തിച്ചോടത്, ഇവൾ കത്തിച്ചാമ്പലാവുന്ന പോലും അല്ലല്ലോ, ജസ്റ്റ് നോമിനേഷൻ പരിപാടി. അതിനും കിടന്നു ഇവളെ പുറത്താക്കുവാണെങ്കിലേ ഫോട്ടോകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ചെടുത്ത് എല്ലാരും കണ്ടു. പുറത്താക്കും. അങ്ങനെ ഒരു അപ്പം ആർജമിൻസി ഓട്ടോക്കാരന്റെ മകളാന്ന് പറഞ്ഞപ്പോ അതെ പുള്ളിക്കാരിനെ ഓട്ടോയിൽ തന്നെ ഓട്ടോയ്ക്കല് തിരിച്ചു വെച്ചു പോക്കോ വിട്ടു. എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അനുമോൾക്ക് ഇങ്ങനെ ഫോട്ടോകളും നിരത്തി വെച്ച് വീട്ടിലെല്ലാരും വന്നു ഇങ്ങനെ. അതെ അല്ല, അവളെ കത്തിച്ച്. കൊണ്ട് തന്നെ ഓരോന്നും ആ കത്തിച്ചു വിടുക. അതെ അത് പൊളിയായിരിക്കും. അതെ ഇതിന്റെ പൊന്നു ചുമ്മാ. എന്താണേലും. പിന്നെ നിവിന്റെയും ജിസേലിന്റെയും സ്വേച്ഛാധിപതികളായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്ത് തോന്നുന്നു? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എനിക്ക് അവരെ കുറെ സ്വേച്ഛാധിപതികളാകാൻ പറ്റിയ ആൾക്കാരാണെന്നുള്ള ഒരു തോന്നലുണ്ട്. നെവിൻ എനിക്ക് തോന്നുന്നു അവർ മിക്കവാറും ഭയങ്കര ലൈറ്റ് ഒരു ഇതാവും, ആ അത്ര പവർഫുൾ ആവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ ആ ഒരു ഇത് കണ്ടിട്ട് തന്നെ അവർ കുറെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സാക്ഷാധിപതികളാണെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് ശരി. ഞാൻ അവരത് പറയും, നീ അങ്ങ് കേട്ടാ മതി. കേട്ടാ മതി എന്ന് പറയണമായിരുന്നു. ഇത് ഓ, അവരങ്ങനൊന്നും അനീഷ് പറയുന്നില്ല. സ്വേച്ഛാധിപതി ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ. അയ്യോ അവിടെ തീർത്തേനെ ഇവിടെ. അതെ അവിടെ ഭൂമികൾക്ക് ഉണ്ടായത് ഈ ആഴ്ച മൊത്തം ഒന്നെങ്കിൽ 10 പ്രാവശ്യം അല്ലെ 10,000 പ്രാവശ്യം ഒരു കാര്യം പറയാം. അങ്ങനെ ഇമ്പോസിഷൻ വർത്താനം അറിഞ്ഞൂടാ. പക്ഷെ പക്ഷെ അത് ലാലേട്ടൻ പുള്ളി പറഞ്ഞോണ്ട് മാറ്റി. അത് അത് മാറ്റി. ഇപ്പം. പക്ഷെ ഇന്നാണ് ഇങ്ങനെ കൊറേ അല്ല എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ എംബോസിഷൻ പക്ഷെ അല്ലായിരുന്നു. അധികം ഇല്ല, 2 പ്രാവശ്യമൊക്കെ ആ പറഞ്ഞിട്ട് നിർത്തും പുള്ളി. നിർത്തി. കണ്ടിന്യൂസ് ആയിട്ട് പറയാറില്ല. പക്ഷെ അവിടെ പുള്ളി ഈ പ്രാവശ്യം ശേഷാധിപതി ആയിരുന്നെങ്കിൽ എനിക്കൊന്ന് പുള്ളി ഭയങ്കര പോസിറ്റീവ് ആയിരുന്നേനെ. ഇത് ആ ഇപ്പോഴത്തേക്കാട്ടിലും കൂടുതൽ. ആ കാരണം അവിടെ ഉള്ള ആരും പുള്ളി പറയുന്നത് അനുസരിക്കാൻ പോകുന്നില്ല അധികം. അനുസരിക്കത്തില്ല. അത് അതുകൊണ്ട് ശരിയാ. പിന്നെ പുള്ളി വൻ പോസിറ്റീവ് ആയേനെ ഈ ആഴ്ച. അത് ശരിയാ. ഇവരെല്ലാരും എതിർത്ത് തോന്നേനെ. ആ അങ്ങനെ നീ പറയുന്നൊന്നും കേൾക്കാനായിട്ട് ഞങ്ങളെ കേൾക്കാൻ കൊണ്ട് പറ്റത്തില്ല. പറ്റത്തില്ല. അതെ ഇത് ശരിക്കും പറഞ്ഞ ഒരു പവർ റൂം 2.0 ആ പോലെ അതിനായിട്ട് പവറും എനിക്ക് പോലെ. തോന്നുന്നു. ഇത് അതിൽ ആ നിന്നാണ് എങ്ങനെ ഇത് പോകുന്നൊരു പിടുത്തമില്ല. അതെ പവറും പവർ തന്നെ. റൂം അതുപോലെയാണല്ലോ, എല്ലാ അധികാരവും ഉണ്ട്. ആ പറഞ്ഞു വരുമ്പോ ഒരു തേങ്ങയില്ല. ഇതും ഇപ്പൊ അതെ അതുപോലെ തന്നെ. ഇത് ഇവർക്ക് പക്ഷെ സ്വേച്ഛാധിപതികളാണ്, അധികാരമുണ്ട്, അവരുടെ കീഴിൽ 7 പേരും ഉണ്ട്. പക്ഷെ അപ്പൊ അവര് പറയുന്ന ഇവര് കേൾക്കേണ്ടതല്ലേ? എല്ലാരും കേൾക്കണമെന്നല്ലേ, 7 പേര് മാത്രമല്ലല്ലോ. 7 പേരുടെ മേല് കൂടുതൽ അധികാരമുണ്ട്. കൂടുതൽ ബാക്കിയുള്ളവർ അധികാരം. കേൾക്കണം എന്നാണ് എനിക്കതിന്ന് ആ മനസ്സിലായത്. അങ്ങനെയാണ് അപ്പൊ വീടിന്റെ ഇവര് ശേഷാധിപതി എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാരും കേൾക്കണ്ടേ. ഇല്ല, എന്നിട്ട് ഇന്ന് എന്താ ഇവർക്ക് എന്താ രേണുസുതി പ്രശ്നം? എന്താ കേൾക്കുന്നില്ല. രേണുസുതി? രേണുസുതി രേണുസുതി നിന്റെ അടിമയല്ല ഞാൻ ഞാൻ മയിലേ. ഇവിടെ കിച്ചൺ ക്യാപ്റ്റൻ അതെ ആണെന്നൊക്കെ. ക്യാപ്റ്റൻ ആണെന്നൊക്കെ. പക്ഷെ പുള്ളിക്കാരി അനുമോളെങ്ങാൻ പക്ഷെ ഇന്നാ പുള്ളിക്കാരി ഒന്ന് വാ തുറന്ന് ഞാൻ കണ്ടത് എന്തേലും ഒന്ന് പറയാൻ. ശരിയാ. അതുകൊണ്ട് നന്നായി. അത് പക്ഷെ ഇൻ- ഇൻ- എല്ലാരും കേൾക്കണം എന്നാ, അത് അനുമോളും കേൾക്കണം. എന്നിട്ട് ഇവര് ഭയങ്കര ഇവര് അഡ്ജസ്റ്റ് ചെയ്യും. അതാ ഞാൻ പറഞ്ഞു, ഇവര് അത്ര പോരാന്ന് ഉം, ശേഷാധിപതികളായിട്ട്. അവരെ ഉം. സമ്മതിച്ച് കൊടുക്കരുത്. അവര് ഇത് ചെയ്യണമായിരുന്നു. അവരെ മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നത്. അവർ പറയാൻ നടക്കുന്നവരെ അത് അങ്ങനെ ഫൈറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. അല്ലെ ബിഗ് ബോസിനോട് പോയി പറയണമായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ അനുമോള് മറ്റേ അപ്പാനിക്കിട്ട് ഒരു കൊട്ട് വെച്ച് കൊടുത്തു, പെണ്ണുങ്ങളുടെ പുറകെ അങ്ങ് നടന്നോളൂ എന്നും പറഞ്ഞോണ്ട്. അത് ഇത് പുള്ളിക്കാരി കൊറേ ട്രൈ ചെയ്യുന്നുണ്ടത്. ഇത് ഈ ആണുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പറഞ്ഞിങ്ങനെ ഓരോ വായി തോന്നിയ വർത്താനൊക്കെ പറഞ്ഞു വിടും. എന്നിട്ട് അതെ ഇതൊന്നും ചോദിക്കുന്നില്ല. ഇത് ലാലിച്ചൻ വരുമ്പോഴത് വിൻസി ഉണ്ടായിരുന്നു. വിൻസി വൈൽഡ് കാർഡായിട്ട് വരുവാണെങ്കിൽ അനുമോളെ കീറി ഒട്ടിക്കാനുള്ള സാധ്യതകളുണ്ട്. അനുമോൾ ഷാനവാസ് സംഘങ്ങളെ. പക്ഷെ അത് ചെയ്യുമോന്ന് അറിയത്തില്ല. തിരിച്ചു വരുമോ എന്നാണ് എന്നിട്ടും വലിയ കാര്യമൊന്നും. പക്ഷെ അതൊരു ആദ്യത്തെ ഒരു ദിവസത്തെ കണ്ടന്റ് ആണ്. അത് കഴിഞ്ഞ എന്തോ പണമുണ്ടായിരിക്കും. ശരിയായിരിക്കും. പക്ഷെ എന്നാലും ഇതൊന്നും പറയാമല്ലോ. അതിന് ഇത് വിൻസി വരണമെന്നില്ല, അതിന് വേറെ വൈൽഡ് കാർഡ് വന്നാൽ മതി. അത് ആരെങ്കിലും പറയൂ, വർത്താനം പറയുന്ന എനിക്കറിയൂടാ. വൈൽഡ് കാർഡ്സ് ആരെങ്കിലും വന്നാൽ. പക്ഷെ കാര്യം ഇതൊന്നും ആരെങ്കിലും നോക്കിയേ, വരണേ. ഒരു ചപ്പാത്തി കള്ളിന്ന് ആരെങ്കിലും വിളിച്ചപ്പം പുള്ളിക്കാരിക്ക് വിഷമം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വക വർത്താനൊക്കെ പറയുവാണെങ്കിൽ അതൊരു ലൈസൻസും ഇല്ല, അതെ അങ്ങ് പറഞ്ഞോണ്ടേ ഇരിക്കുക. ഇന്ന് ജിസേലിട്ട് 2 കുട്ടി അതിന്റെ ഇടയ്ക്ക് കത്തിക്കള്ളി ഉണ്ടായിരുന്നല്ലോ. കാപ്പിക്കള്ളി ഉണ്ടായിരുന്നു, പിന്നെ ഒരു പഞ്ചസാര കള്ളനും കൂടെ ഉണ്ടായിരുന്നു. അന്നേരം ജിസേൽ എന്നൊക്കെ എന്ന് പറഞ്ഞ് അത് ചപ്പാത്തിക്കളിയായിരുന്നു ഏറ്റവും കൂടുതൽ. ചപ്പാത്തിക്കള്ളിയാണെന്നും. അതിന്റെ ഇടയ്ക്കൂടെ ഞാൻ നോക്കുമ്പോ പെട്ടെന്ന് ജിസേലിനെ ഈ കോസ്റ്റ്യൂമിലൊക്കെ കൊണ്ടുവന്നേക്കുന്നു. ഇതെന്ത് അതെ അത് എനിക്ക് തമ്പുരാട്ടി എന്നൊക്കെ ഓവറായിട്ട് പറഞ്ഞിട്ട് ഒരു എന്താ പറയുന്നത്, ഓർത്തും കൊണ്ടെടുത്ത് എന്തോ ഇതുപോലെ എന്തോ തോഴിയെ പോലെ. അല്ല, തമ്പുരാട്ടി നിൽക്കല്ല, തമ്പുരാട്ടിയും തമ്പുരാനും ആകുമ്പോ കുറച്ച് റോയൽ കോസ്റ്റ്യൂം അല്ലേ കൊടുക്കണ്ടേ? ഇതെന്തോന്ന് ഇത്? റോയൽ കോസ്റ്റ്യൂം ഇല്ലല്ലോ അവരുടെ. അത് ശരിയാ. പാവങ്ങള്. ഇല്ലെങ്കിൽ അങ്ങനെ ഇടേണ്ട കാര്യമില്ല. ആ സ്റ്റൈലിൽ അങ്ങ് നടന്നാൽ മതിയായിരുന്നു ഉള്ളതും കൊണ്ട്.
ഇപ്പൊ കണ്ടിട്ട് എന്തോ ജോലിക്കാരിയെ പോലുണ്ട്, വേലക്കാരിയെ പോലെ. എല്ലാരും ഇതുപോലെ തന്നെ നടക്കേണ്ടി വരുമോ എന്തോ. എന്താ വെച്ചാൽ ഇനി ഇതാവുന്ന ആൾക്കാരൊക്കെ സ്വച്ഛാധിപതികളൊക്കെ നല്ല എനിക്ക് നെവിന്റെ മികച്ച ഒരു എനിക്ക് കോസ്റ്റ്യൂം. പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത നെവിന്റെ മറ്റേ പഞ്ചസാര എടുത്തത് ഇങ്ങനെ എന്തോ ഒരു പ്രശ്നമില്ലായിരുന്നു തുടക്കത്തിൽ. തുടക്കത്തിൽ അവൻ കുറെ പഞ്ചസാര എടുക്കുന്നുണ്ടെന്ന് അല്ല പറഞ്ഞപ്പം ഇവനെന്ത് ഈ വലിയ റിയാക്ട് ചെയ്ത്, ഇവനൊരു കള്ളനാണല്ലോ. ഇവനെല്ലാം അടിച്ചു മാറ്റിയോണ്ടല്ലേ ഒന്നോ രണ്ടോ ആഴ്ച ഫുൾ അടിച്ചു മാറ്റലല്ലായിരുന്നു. അപ്പൊ കള്ളത്തരം ആ കാണിക്കുമ്പോ പിന്നെ കള്ളെന്ന് തന്നെ വിളിക്കും. അതെന്താ ആരും തിരിച്ചു പറയാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനിപ്പോ രണ്ടു അത് മൂന്ന് പ്രാവശ്യം ഇടയ്ക്കാരാണ്ട് പറഞ്ഞായിരുന്നു ഏതോ ഒരു ആഴ്ചയില്. അല്ല ഇവൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇപ്പൊ വഴക്കുണ്ടാക്കി, എന്നെ ഇനി അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുതെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അതാരും തിരിച്ചു പറയുന്നില്ല. അതെനിക്ക് അറിഞ്ഞൂടാ എന്താ അത്. അവരെ ഒന്നും വലിയ വില കൊടുക്കുന്നില്ല. അവനങ്ങനെ പലതും പറയും, ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പോ അതൊരു സ്വച്ഛാധിപതി കൂടെ ആയതോട് കൂടെ പിന്നെ പൂർത്തിയായി. ആ, ഇനിയിപ്പോ ആവശ്യമുള്ളതൊക്കെ എടുത്ത് തിന്നെ. എന്താ കഴിക്കാന്നൊക്കെ. ഞാൻ നിന്റെ അടിമയല്ല അമ്മായി, നിന്റെ അടിമകളൊക്കെ വേറെ ഉണ്ട്. അതാ റെഡുസത്തിയുടെ ഒരു കണ്ടന്റ്. ശാരിക ഔട്ടായതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? ശാരിക ശാരിക പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ സരികയാണ് പോയത്. സരിക പോയ എന്തായാലും നന്നായി. ഓക്കെ. ശാരിക പക്ഷെ പുള്ളിക്കാരി ആക്ച്വലി ഗെയിം കളിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പുള്ളിക്കാരിക്ക് വർത്താനം പറയാനൊക്കെ അറിയാം, പക്ഷെ ഗെയിം കളിക്കുന്നില്ല. വർത്താനം അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്, ജനറൽ ആയിട്ടുള്ള എന്തൊക്കെയോ, പക്ഷെ ഒരു ഗെയിം സ്ട്രാറ്റജി ഇല്ല, സ്പെസിഫിക് ഒന്നുമില്ല. ചുമ്മാ അവിടെ ഇവിടെ എന്തൊക്കെയോ പറയുന്ന പോലെ അത്രേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരി അനീഷിനെ നിന്നായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ നല്ലായിരുന്നു. പോയെന്ന് ചെറുതായിട്ട് പണി കിട്ടിയായിരുന്നു മറ്റേ ഡിവോഴ്സിന്റെ കാര്യത്തില്. ഓ അതുകൊണ്ടല്ല, അല്ലേലും പുള്ളിക്കാരി പുറത്തു പോകാൻ വേണ്ടി തന്നെ. അല്ല, അതുകൊണ്ടല്ല പുറത്തു പോയെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഉം, അകത്ത് വെച്ചിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ഹോട്ട് സീറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പോയിട്ടൊക്കെ. ഉം. അല്ല അതല്ല, പുള്ളിക്കാരി ആ ഒരു ഹോട്ട് സീറ്റ് പരിപാടി മാത്രമേ കാണിച്ചുള്ളൂ. അവിടുത്തെ ഒരു ഗെയിം കളിച്ചില്ല, ഉം. അവിടുത്തെ ആൾക്കാർക്കെതിരെ അങ്ങനെയൊന്നും ചെയ്തില്ല പുള്ളിക്കാരി. എല്ലാം ഇങ്ങനെ ജനറൽ ആയിട്ട് എന്തൊക്കെയോ. പക്ഷെ ഒന്ന് ഓണായി വരുമായിരുന്നു ആ തോന്നുന്നു ഓണേ അതെ, വന്നേ അപ്പോഴേക്കും. പിന്നെ തിരിച്ചൊരിത് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടൊരു ഗെയിം ഇല്ല, ആ ഒരു ഇതില്ല. ആ, ചുമ്മാ വർത്താനം എല്ലാത്തിനും പറയുന്നുണ്ട്. അവര് തന്നെ അതിന്റെ അകത്തുള്ള ആൾക്കാർ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും കയറി വെറുതെ റിയാക്ട് ചെയ്യുന്നു, എന്തൊക്കെയോ പറയുന്നു അത്രേ ഉള്ളൂ, എന്നുള്ളതല്ലാണ്ട് ജനറൽ. അത്രേ ഉള്ളൂ. ഒരു ഇതില്ല. പക്ഷെ ഇപ്പോഴേ പോകേണ്ട ആളല്ലായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ മറ്റേ കൊടിയുടെ ഇതിന്റെ അകത്ത് റെസ്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, അതിലേനൊക്കെ എടുത്തെറിയുന്നുണ്ടായിരുന്നു. അതിലെടുത്തെറിഞ്ഞ വഴക്കുണ്ട്. അങ്ങനെ എല്ലാരും എല്ലാരും കിടന്ന് അവിടെ അടി ഉണ്ടാക്കുന്ന കൊടുത്ത് പുള്ളിക്കാരിയും ഇങ്ങനെ അതിന്റെ അതെ. ഇടയിൽ ഏകദേശം നല്ല മികച്ച ഒരു പുള്ളിക്കാരി ഇതായിരുന്നു. എനിക്കൊന്ന് ഒന്ന് രണ്ടാഴ്ച ഒരു ഗെയിം കളിച്ചായിരുന്നു, നല്ല സ്മാർട്ടായിരുന്നു. ഉം. കുറച്ചുകൂടെ ഒന്ന് ഇതായിരുന്നെങ്കിൽ. പക്ഷെ സരിക എന്തായാലും പോയത് നന്നായി, അത് കറക്റ്റ് ഒരു മികച്ച മികച്ച തീരുമാനം. തീരുമാനം അല്ലേ. നമ്മളെ ആദ്യത്തെ ആഴ്ച രഞ്ജിത്തിനെ പറഞ്ഞു വിട്ടത് അല്ലേ, അതെ, മികച്ച അതെ. ഒരു തീരുമാനം തന്നെ. അത് രഞ്ജിത്ത് പോയി കഴിഞ്ഞ് ആരാ പോയെ ബിൻസി. പറഞ്ഞു? ബിൻസി. സത്യത്തിൽ സരിക അതിന് മുമ്പ് പോകേണ്ടതായിരുന്നു, ബിൻസിയേക്കാളും മുന്നേ പോകേണ്ടതായിരുന്നു എന്നാണ് ഇനി ആലോചിക്കുക. ബിൻസി ആണെങ്കിലും സരികയാണ്, ഇവർക്ക് ആർക്കും ഒരു ഗെയിം ഇല്ല. റിയാക്ട് ചെയ്യും, വർത്താനം പറയും, പക്ഷെ ഗെയിം ഇല്ല. പക്ഷെ ബിന്നിക്ക് ഒരു ഗെയിം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ബിന്നിക്കൊരു ഇതുണ്ട്. അതെ, ബിന്നിക്ക് പിന്നീട് ഒരു ഇതുണ്ട്, അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇപ്പോഴും ബിന്നിയുടെ അധികം ഒന്നും നമ്മൾ അങ്ങനെ കാണുന്നില്ല. കാണിക്കുന്നില്ലല്ലേ പക്ഷെ എല്ലാവർക്കും അകത്ത്. അറിയാം. ആ എല്ലാവർക്കും പുള്ളിക്കാരി എന്തോ ഒരു ഇതാണ് എന്നൊക്കെ. അപ്പം കുത്തിരിപ്പാണ്. കറക്റ്റ് എന്തോ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് നമ്മൾ എന്താ കാണിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, അവിടെ ഇവിടെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ പക്ഷെ കറക്റ്റ് എല്ലാവർക്കും കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അകത്തുള്ളവർക്കൊക്കെ അറിയാം അറിയാം. ഇവള് ഇതാണ് ആണെന്നുള്ളത്. ആ പറ്റ അക്ബറിന്റെ പാട്ട് ഉണ്ടായിരുന്നുണ്ട്, ആ, ഭിന്നിമിന്റി അതെ, കുത്തിത്തിരിപ്പിന്റെ എന്താ റാണി ഇത്? അല്ലേ. അതെ, അക്ബറിന്റെ പക്ഷെ എനിക്ക് പാട്ടാണ് ഏറ്റവും ശാരികയുടെ ബെസ്റ്റ്. പാട്ടാണ് എന്റെ ഫേവറേറ്റ്. എന്റെ ഫേവറേറ്റ് വിഷപ്പാമ്പ് തോ എന്റെ ഫേവറേറ്റ് എന്റെ ഫേവറേറ്റ് നമ്മുടെ തേൻ 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 തേനാണ്. തേൻ. ഓ, എങ്ങനെ കണ്ടുപിടിച്ചാ മതി ആ ഒരു മാച്ചിങ്. നല്ല അതാണ് മിടുക്കനാണ് അവൻ. ഇതൊക്കെയാണവൻ. സത്യത്തിൽ അക്ബർ നല്ലൊരു ഗെയിമറാണ്. നല്ലതാണ്. പക്ഷെ ഈ നെഗറ്റീവ് പ്രശ്നം എന്താന്ന് ആണെന്നേ വെച്ചാൽ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ അതാണ് തമിഴിലെ നെഗറ്റീവ്. ബാലാജിയുടെ ഗെയിമിംഗ് ആണ് ഇവിടെ. ബാലാജി. പക്ഷെ ബാലാജി കുറച്ചുകൂടെ ഒരു അഭിലാഷും കൂടെ ചേർന്ന ഒരു ഇതായിരുന്നു ആ ബാലാജി. അതെ, ബാലാജി കുറച്ചുകൂടെ എന്നിട്ട് മണ്ടനായിരുന്നു. വെ- വെള്ളിയാഴ്ച പോയി എല്ലാരോടും സോറി പറഞ്ഞ് കാര്യങ്ങളൊക്കെ. അതെ, അല്ല എനിക്ക് തോന്നുന്നു പക്ഷെ അക്ബർ ഉണ്ടല്ലോ എല്ലാരുമായിട്ട് നല്ലൊരു ടേംസ്, പക്ഷെ ഉണ്ട്, വഴക്കുണ്ടാക്കുമ്പോൾ വഴക്കുണ്ടാകും. വഴക്കുണ്ടാക്കും. പക്ഷെ അത് കഴിഞ്ഞ് പുള്ളി നല്ലൊരു പാട്ടൊക്കെ പാടിയോടെ ഇരിക്കും. അതുകൊണ്ട് ആണ്. ആർക്കും അങ്ങനെ അധികം. ഈവൻ മറ്റേ ശൈത്യയുടെ വിഷയത്തിൽ വന്നപ്പം ഷാനവാസുമായിട്ട് കട്ട എതിരാളിയാണ്. എന്നിട്ട് പക്ഷെ ഷാനവാസിന്റെ കൂടെ ഇരുന്നിട്ടാണ് അതുകൊണ്ട് അവൻ ഇരുന്ന് ചിരിക്കുന്നതാണല്ലോ ആര്യം എന്നൊക്കെ പറഞ്ഞു.
അവനാണ് വേദന വരുമ്പോൾ മാത്രം ചിരിക്കുന്ന പ്രത്യേക അസുഖമൊക്കെ ഉണ്ട്. പ്രാവശ്യം മാറ്റി മാറ്റി എന്തൊക്കെയാ പറയുക. ആദ്യം പറഞ്ഞ വേദന കൊണ്ട് ചിരിക്കുക, പിന്നെ പറഞ്ഞ ഇമോഷണൽ ഔട്ട്ബസ്റ്റ് ആവും, പിന്നെ പിന്നെ മുടി അവസാനം വെട്ടുന്നത് അപ്പാനയോടും പറഞ്ഞു. അവരുടെ ആ റിലീജിയനില് അത് മറ്റേ പറ്റത്തില്ല. ടാസ്കില്ലേ, നമ്മള് ചിരിക്കുന്ന കാര്യത്തില് ചിരിക്കുന്ന അപ്പാനയോട് വരെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ചിരി വന്നു, ഞാൻ ചിരിച്ചു ചിരി പോയത്. വന്നിട്ട് ചിരിച്ചാ അത് പലതും പലതാ പറയാം ഈ ചെറുക്കൻ. അതുപോലെ തന്നെ ടാസ്കിൽ ഒരു 10 വർഷം വേറെ എന്തൊക്കെയാ പറഞ്ഞു. പക്ഷെ ജിസേൽ ആവശ്യമില്ലാതെ അവന്റെ കൂടെ നടന്നൊരു നെഗറ്റീവായി. ഞാൻ ഓർത്ത് ഈ കഴിഞ്ഞ ഇതിനു മുന്നത്തെ എപ്പിസോഡ്, വീക്കെൻഡിലെ എപ്പിസോഡ് കണ്ടപ്പം അതോടെ ആ കൂട്ടുകെട്ട് തീർന്നു എന്നാ വിചാരിച്ചത്. അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ട് മറ്റേ നോമിനേഷന്റെ ഇതുകൂടെ കൊണ്ട് കൊടുത്തു. അതെന്തിനാ? എനിക്ക് തോന്നുന്നു അത് ജിസേലിന്റെ ഒരു ഗെയിമാണ്. കാരണം പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു അനുമോള് നോമിനേറ്റഡ് ആണോ? ആണോ? അല്ല നോമിനേറ്റഡ് അല്ല. നോമിനേറ്റഡ് അല്ല. ഓ, എനിക്ക് തോന്നുന്നു ഞാൻ വെച്ച് ഇനി അനുമോളെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇവന്. അല്ല, പക്ഷെ ഇവരെ ആക്കിയാൽ ഇവരെയും ആൾക്കാർ ഇവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യാമല്ലോ. അങ്ങനെയാണല്ലോ ഒനീലൊക്കെ വന്നേ. ഒനീലൊക്കെ ഇത്രാമത്തെ നോമിനേഷൻ ലിസ്റ്റിലുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ അതിനു മുമ്പ് അനുമോളുമായിട്ട് നമ്മുടെ ഇവൻ വഴക്കുണ്ടാക്കിയായിരുന്നല്ലോ, നമ്മുടെ ആര്യൻ. അപ്പൊ അനുമോളെ ഇവൻ നോമിനേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചാണോ ഇവനെ നോമിനേറ്റ് ചെയ്യാൻ കൊടുത്തത് ഞാൻ ആലോചിക്കുന്നത്. കാരണം റീസണിങ് നല്ല റീസണിങ് അല്ലായിരുന്നു. അതെ. അത് അവന് ഇഷ്ടപ്പെടാഞ്ഞ പിന്നെ അവൻ ഈ ആഴ്ച മുഴുവൻ പോക്കായിരുന്നു എന്നുള്ളത് പറഞ്ഞപ്പോ അവന്റെ ഈഗോ അങ്ങോട്ട് ഭയങ്കര ഈഗോ അവന്. അയ്യോ, അതിപ്പോ അങ്ങനെ ഇതായതുകൊണ്ടാണ്. അവനെന്ന് പറഞ്ഞില്ലേ മറ്റേ അപ്പാനയോട്, ലാലിച്ചന് എന്താ ഡയറക്റ്റ് നോമിനേഷൻ ഇട്ട് ഞാൻ പോകുന്നവരെ ഇട്ടോട്ടെ, എനിക്ക് കുഴപ്പമില്ല, മരിച്ചൊന്നും പോത്തില്ല, ഔട്ടായി പോത്തല്ലേ ഉള്ളൂ. ഔട്ടായി പോകത്തല്ലേ ഉള്ളൂ. ഔട്ടായി പോകുന്ന തന്നെ വലിയ ഇതല്ലേ. അതെ, അപ്പൊ ലാലിച്ചന് സത്യത്തിൽ അടുത്ത ആഴ്ച വന്നിട്ട് എല്ലാ ആഴ്ചയും ഇനി ഇടണം. ഇതിന് അങ്ങനെ കുഴപ്പമില്ലല്ലോ. പറഞ്ഞോണ്ടല്ലേ. അതെ, ഇതിന് കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാ ആഴ്ചയും ഇട്ടേക്കാന്ന് പറഞ്ഞത്. ഇട്ടാക്ക എല്ലാ ആഴ്ച ഇടുകയും ചെയ്യണം, മറ്റേ ബാൻഡും കൊടുക്കരുത്. അതെ, അവന്റെ അഹങ്കാരം തീരും. തീരണം അതോട്ടെ, പറഞ്ഞിട്ട് കാര്യമുണ്ട്. ആദിലേനെയും നൂറേനെയും സെപ്പറേറ്റ് കണ്ടസ്റ്റൻസ് ആയിട്ട് പ്രഖ്യാപിച്ചു. എനിക്ക് തോന്നുന്നത് നല്ലൊരു തീരുമാനമാണ്. അവര് തന്നെ അകത്ത് പ്ലാൻ ചെയ്തിരുന്നെന്ന് നമ്മളാദ്യം പറഞ്ഞു. പക്ഷെ അത് മീൻസ് അവർ രണ്ടുപേരും രണ്ട് പേഴ്സണാലിറ്റിയാണ്. അത് ഒത്തു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരാളുടെ ഇതുകൊണ്ട് മറ്റൊരാൾ ഇതാവുന്നുണ്ടോ എന്നൊരു എന്താ പിന്നെ നോമിനേഷൻ വരുന്നതാണെങ്കിലും ഒക്കെ രണ്ടുപേരും നിൽക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ അത് കൂടുതൽ കണ്ടന്റ് ആണല്ലോ. അത് അവർ തമ്മിൽ മത്സരിക്കുമ്പോൾ എങ്ങനെ ആകും, പിന്നെ ഒരാൾ ഔട്ടാവുമ്പോൾ മറ്റേ കരച്ചിൽ ബഹളം, അതൊക്കെ ഒരു ഇത് അതുണ്ടാവും. പിന്നെ വേണമെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യാതെ നാട്ടുകാരെ മുഴുവൻ നോമിനേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇതിലൂടെ വേണമെങ്കിൽ. അവരൊരു കപ്പിളാണല്ലോ, അപ്പൊ ബിഗ് ബോസ് ട്രോഫി ആർക്ക് കിട്ടിയാലും അവരുടെ വീട്ടിലോട്ടാണല്ലോ വരുന്നത്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഒരാളെ തന്നെ പറഞ്ഞ് 2 വോട്ടാക്കിയിട്ട് അവരെ ഇത് ചെയ്യാം, നോമിനേഷനും കൊണ്ടുവരാം. പക്ഷെ അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന പോലെ നിന്ന് ഒരു ഗ്രൂപ്പിസം വേണമെങ്കിൽ കളിക്കാം അവർക്ക്. പക്ഷെ അത് നോമിനേഷൻ ഡിസ്കസ് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ ഈ പ്രാവശ്യം? എനിക്ക് അറിഞ്ഞൂടാ. ഡിസ്കസ് അതെല്ലാ പ്രാവശ്യം ഉള്ളതാണല്ലോ. ചില സമയത്ത് അത് ഓക്കെയാണ്. തമിഴിലൊക്കെ എന്തോ പ്രാവശ്യം ഓക്കെ ആയിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നു. പക്ഷെ അവർക്ക് പ്ലാൻ ഇടാല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഇന്നയാളങ്ങനെ അങ്ങനെ ആരെ നോമിനേറ്റ് ചെയ്യേണ്ടത് പറയാതെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ എന്തെങ്കിലും. പക്ഷെ അക്ബറിന്റെ വീട്ടിൽ നിന്ന് വിളിച്ച ഇതില് എനിക്ക് ആദ്യം എപ്പിസോഡ് കണ്ടപ്പോ മനസ്സിലായില്ല കാര്യം. ഞാൻ അന്നേരം ഓർത്ത് ഇത് ഏതവനെ എഡിറ്റ് ചെയ്യുന്നത്, കാര്യം ആവശ്യമുള്ള കാര്യം ഇടാണ്ട് കണ്ടോ എന്തോ. ഞാൻ ഓർത്ത് ഇത് എന്ത് പറയുന്ന അക്ബറിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ ഞാൻ ഓർത്ത് എന്ത് അക്ബറിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ അതിനങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ അക്ബറിന്റെ ഉമ്മ പറഞ്ഞിരുന്നു അത്രേ, അതായത് അതിലേയും നൂറയായിട്ടുള്ള വൈകിട്ടൊക്കെ ഇരുന്നുള്ള കോൺവെർസേഷൻസ് ഒന്നും വേണ്ട. ഇതൊന്നും നമ്മൾ കേട്ടില്ലല്ലോ. അത് ലൈവിലാ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. നീ അതിന്റെ വീഡിയോ ക്ലിപ്പ് വല്ലതും കണ്ടോ? അതിന്റെ വീഡിയോ ക്ലിപ്പ് കണ്ടില്ല, എന്നിങ്ങനെ പറയുന്നത് കേട്ടു. അങ്ങനെ പറഞ്ഞോന്നും പറഞ്ഞോണ്ട്. പക്ഷെ അതൊരുമാതിരി ആണ്. അപ്പൊ അവര് വിചാരിക്കുന്നത് എന്താ, അവരിങ്ങനെ ആയതുകൊണ്ട് അത് മുസ്ലിം കമ്മ്യൂണിറ്റിയും കൂടെ ആണല്ലോ, അപ്പം ആ ഒരു ഇതുകൊണ്ടായിരിക്കും എല്ലാവരുടെയും വീട്ടുകാർ അങ്ങനെയാണോ ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്ന് കരഞ്ഞോണ്ട്. ഞാൻ ഓർത്ത് ഇതെന്ത് ഒരു കാര്യം ഇല്ലാതെ ഇരുന്ന് കരയുന്ന എന്താണ്, ഒന്നും മനസ്സിലായില്ലായിരുന്നു. പക്ഷെ അതൊരു കഷ്ടമുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് അവരെ ഒരു അമ്മയുടെ മകൻ തന്നെ എന്ന് തോന്നി.
പക്ഷെ അല്ലാതെ പുള്ളി ഈ അങ്ങനെയല്ലല്ലോ, ഇത്രയും പുള്ളി അവരോടൊക്കെ ഇത്രയും പോയിട്ട് അല്ല പുള്ളിക്ക് വേറെ തെണ്ടിത്തരങ്ങളുണ്ട്. അല്ല ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള വർത്താനം പറയുന്നതിന്റെ ഇടയ്ക്ക് അതുകൂടെ പറയാൻ അത് പുള്ളിക്കാരിക്ക് പറയണ്ട. സമയം കിട്ടിയല്ലോ. അതുകൂടെ ഫിറ്റ് ചെയ്യാനേ. ശരിയാ. ഒന്നാമത് തിരക്ക് പിടിച്ചാണല്ലോ ഫോണിൽ സംസാരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇതുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ എന്തോരം തെണ്ടിയാന്ന് ആലോചിക്കണം ആ തള്ള. പക്ഷെ പുള്ളിക്കാരുടെ മാത്രം കുഴപ്പമായിരിക്കത്തില്ലടാ. ഈ നാട്ടിലുള്ള എന്താ പറയുന്ന അവരുടെ അയൽവക്കത്തൊക്കെ ഉള്ള കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരൊക്കെ ചിലപ്പം പറയുന്നുണ്ടായിരിക്കും, അവരെന്ത് പറഞ്ഞാലും ഇത് ഇവരല്ലേ തീരുമാനിക്കുന്നത് എന്തോ നമ്മുടെ പറയാൻ. ദീനിന് ശരിയല്ലെന്നോ എന്തേലൊക്കെ പറയുന്നുണ്ടായിരിക്കും അങ്ങനെ. എടാ അവരെന്ത് പറഞ്ഞാലും ഇവരല്ലേ ഫോണിൽ കൂടെ പക്ഷെ അത് സംസാരിക്കുന്നത്. അല്ലെങ്കിലും അത് അക്ബറിനെ ബാധിക്കേണ്ട കാര്യമില്ല. കാര്യം അക്ബർ ഓൾറെഡി കല്യാണമൊക്കെ കഴിച്ച് അല്ല ഇരിക്കുന്ന ആ ആളല്ലേ. ഇപ്പൊ വല്ല ചുമ്മാ. പെൺകുട്ടിയാണെങ്കിലും ഓക്കെ, ഇനിയിപ്പോ ഇവള് അല്ലേലും എന്തുവാ വഴിതെറ്റിയാലോ. അല്ലേലും ഇവർ ലെസ്ബിയൻസ് അല്ലേ. ആണുങ്ങളെ അവർക്ക് അതാ ഇഷ്ടമില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞേ. ആ അതിലെന്താ അതൊന്നുമില്ല. ഇവന്റെ ഒരു അവര് ഈ LGBT-ക്കുനെതിരെ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഉം. തെണ്ടിത്തരം വിളിച്ച് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനത്തെ കുറെ തെണ്ടികൾ ഉണ്ടല്ലോ. ഞാൻ ഈ ഇത് കേട്ടപ്പോ തന്നെ ഞാനിങ്ങനെ ഓർത്തായിരുന്നു, ഈ പുള്ളിക്കാരുടെ ഫോൺ കോൾ കേട്ടപ്പോഴേ ഓർത്തായിരുന്നു, എന്തെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഇൻഫർമേഷൻ എങ്ങനെ ഇവര് പറഞ്ഞ ബിഗ് ബോസ് എന്തോ ചെയ്യും, അത് ലൈൻ കട്ട് കട്ട് ചെയ്ത് ചെയ്യോ. കളഞ്ഞത്. ആ അങ്ങനെ ഓർത്തു. പക്ഷെ അത് അതുകൊണ്ടായിരിക്കും ഉമ്മ ഉമ്മ എന്ന് വിളിച്ച അവസാനം ഒന്നും കേൾക്കാഞ്ഞത്. അത് പറഞ്ഞപ്പോഴായിരിക്കും കട്ട് ചെയ്തത്. കട്ട് ചെയ്ത് ആയിരിക്കും വെച്ചിട്ട് പോവയില്. നിന്നോട് കൂടുതൽ പറഞ്ഞ കാര്യം പറഞ്ഞു കൂടുതൽ കഴിഞ്ഞാൽ. വർത്താനം പറയണ്ടുള്ള കാര്യം പറഞ്ഞാൽ മതി. അവരുദ്ദേശിച്ചവര് അവന് ഇമോഷണലി ഒന്ന് അത് വർക്കാവുകയും ചെയ്തു. പക്ഷെ ഉം. എന്നാലും ഇവരും കൂടെ ഇമോഷണലി ഡൗൺ ആയെന്നേ ഉള്ളൂ. അതെ. ഈ എനിക്കൊരു ആദിലേക്കുണ്ടല്ലോ, ആദിലേക്ക് ഉം, കുറച്ച് ഈ പ്രൊവോക്കിംഗ് പരിപാടി കൂടുതലാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആദിലെ മിക്കവാറും ആദ്യം ഔട്ടാവാൻ ചാൻസസ് ഉണ്ട്. ആ, നൂറ് അധികം അങ്ങനെ അങ്ങനെ ഇല്ല. ആദില പക്ഷെ കുറച്ച് ഈ പ്രൊവോക്കിംഗ് പരിപാടികളുണ്ട്. ഇന്നും ഉണ്ടായിരുന്നു അനീഷിന്റെ അടുത്ത്. അനീഷിനെ. ആ പക്ഷെ എനിക്കത് അങ്ങനെ വലിയ വെറുപ്പീരായിട്ട്, കാര്യം എനിക്ക് ചിലപ്പോൾ അവരോടൊരു ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത് കൊണ്ടായിരിക്കും. അതില് ചില അനീഷിന് അത് ആൾക്കാർ വലിയ അനീഷിനെ പ്രശ്നമുള്ളതായിട്ട് ഇല്ല, തോന്നിയില്ലല്ലോ. അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ആ ശരിയാ. അത് കാണുമ്പോഴേ ഉം. ചൊറിയുന്ന ആൾക്കാർ പുറകെ ഇടാൻ ചൊറിയുന്നെന്നും പറഞ്ഞോണ്ട്. പക്ഷെ അനീഷിന് അത് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പുള്ളി അത് മൈൻഡ് ചെയ്തില്ല. ഇപ്പം ഷാനവാസ് എങ്ങാനുമാണ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുന്നത്, പുള്ളി ഉടനെ റിയാക്ട് ചെയ്തേനെ. പക്ഷെ ഇവര് ഇടയ്ക്കിടയ്ക്ക് ആ അതിങ്ങനെ ചെയ്യാറുള്ളതുകൊണ്ട് ഒരു ഉം, പുള്ളിക്കാരോടൊരു ബോണ്ട് ഉള്ളതുകൊണ്ട് ഒരു ക്യൂട്ട് ഇതായിട്ട് പുള്ളി അങ്ങ് കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉം, പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കവളത്ത് ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉം. അപ്പൊ ഒരു ലവിങ് ഇതുണ്ട് ആ ഉണ്ട്, ബിഗ് പുള്ളിയോട് പ്രൊവോക്കിംഗ്. അവർക്ക്. ആ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ചൊറിയുന്ന ഒരു ഇതുണ്ട്, അതുപോലത്തെ ചൊറിച്ചിൽ, അല്ലാണ്ട് ഈ ആവശ്യമില്ലാത്ത ചൊറിച്ചിലായിട്ടല്ല എനിക്ക് തോന്നിയത്. എനിക്ക് ആ ഒരു കണ്ടസ്റ്റൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ വലിയ ഗെയിമായിട്ട് കളിക്കുന്നതായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ പക്ഷെ രണ്ട് അവർക്കിത് നല്ലൊരു അവരെ സത്യത്തിൽ നിന്ന് ആദ്യം ഗെയിം കളിക്കാതിരിക്കുകയാണ് നല്ലത്. ആ കാരണം അവരുടെ അതായത് പുറത്തുള്ള എക്സിസ്റ്റൻസിൽ അകത്തല്ല, ആ പുറത്തൊരു നല്ല പേര് വേണം എന്ന. കാരണം ഇത്ര നാളും ഒരു ഇതായിരിക്കും, ഒരു നെഗറ്റീവ് ആണല്ലോ. ഇപ്പൊ കുറെ ആ സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലോ. ആ കാര്യം ഒരു അതിവര് കപ്പിൾ ആ എന്നുള്ള രീതി അതിവരധികം ആൾക്കാർക്ക് ഇഷ്ടമാണ് അവരെ. അതിവരധികം ഇപ്പൊ ഇടപെടാത്തോണ്ടാണ് അങ്ങനെ ഒരു പേര് നിൽക്കുന്നത്. ഇവര് കൂടുതൽ ഉം. ഗെയിം കളിക്കാൻ പോയാലുള്ളൂ അതും നെഗറ്റീവ് ആവും. പിന്നെ ജീവിതകാലം മൊത്തം നെഗറ്റീവ് ആയിരിക്കും. ഉള്ള ഇതുകൂടെ ഇതാവും. അതുകൊണ്ട് ഗെയിം അല്ലേലും ഇവർ ജയിക്കാനൊന്നും പോകുന്നില്ല. അത് പറയും. അത് ശരിയാ. അതുകൊണ്ട് എങ്ങനെയും നല്ല പേരെ കിട്ടിപ്പോകുന്നതായിരിക്കും നല്ലത്. ഉം. അതായിരിക്കും രേണുസുതി അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്, ഒന്നും ചെയ്യാതെ. അതെ. പക്ഷെ അതിന് രേണുസുതി ലാഭം. ഗെയിം കളിക്കണമായിരുന്നു. രേണുസുതിയുടെ സംഭവം ഡിഫറെന്റ് ആണ്. രേണുസുതി ഒരു പാവമായതുകൊണ്ട് എന്താ പറയാ അങ്ങ് നിൽക്കുകയാണ്. തത്തമ്മയ്ക്കാണെ കണ്ണുമില്ല. അതെ. അവിടെ ചുമ്മാ തിന്നോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ പുള്ളിക്കാരി ഇപ്പോഴാന്ന് തോന്നുന്നു ഒരു ക്യാപ്റ്റനൊക്കെ ആയപ്പോ ഇപ്പൊ വാ തുറന്നു ഇന്ന്. ഇന്ന് അല്ലാതെ അങ്ങനെ വാ തുറക്കുന്നത് കണ്ടിട്ടില്ല. കാരണം ഒന്നും ചെയ്യാത്തോണ്ടായിരിക്കും. ഒന്നും ആരെയാണ്? വരാത്തോണ്ടായിരിക്കും ചെയ്യാന്. ലലിച്ചൻ ചോദിക്കും അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടല്ലേ മറ്റേ ഇത് ടാസ്ക് ചെയ്യാതെ. രക്ഷപ്പെട്ടു ലലിച്ച. ഞാനിവിടെ കൊടി അതെ, സംരക്ഷിച്ചോണ്ടിരിക്കുകയാണ്. കൊട്ടി. ഞങ്ങൾ വിചാരിച്ചു ക്യാമറയാന്ന്. എനിക്ക് ലാലേട്ടന്റെ അങ്ങനത്തെ കുറെ തഗ്ഗുകളൊക്കെ എനിക്ക് കമേഡികൾ. ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ. നല്ല രീതിയിലുള്ള. പക്ഷെ ഒരു കാര്യം എനിക്ക്, അതായത് ആര്യൻ മറ്റേ അതിന് കുളിക്കാറൊക്കെ ഉണ്ടോന്ന് ലാലിച്ചൻ ചോദിച്ചപ്പോൾ ആര്യൻ പിന്നെ പിന്നെ കുളിക്കാറില്ലേ കുളിക്കാതില്ലേ എന്തുവല്ല. മയിലേ. അല്ല, അത് ആര്യനും പലരും പറഞ്ഞു അവന്റെ അഹങ്കാരം. പക്ഷെ ചില സമയത്തെ നമുക്ക് തന്നെ തോന്നും. അതായത് ലാലേച്ചിന്റെ ഒരു പരിപാടിയാണ്, ഇപ്പം ജയിലിൽ ടാസ്ക് കൊടുത്തിട്ട് ജയിലിൽ പോയവരോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു. അത് അവര് മോശമാണെന്ന് പറയുമ്പോ പിന്നെ എളുപ്പത്തിനാണോ ബിഗ് ബോസിലോട്ടോ അതറിയാമെങ്കിൽ പിന്നെ ഇയാളെന്തിനാ ചോദിക്കുന്നത്. അതെ. ലാലേച്ചിന്റെ അങ്ങനെ ഒരു ചോദ്യങ്ങൾ എനിക്ക് പലപ്പോഴും, അതായത് ആ, പുള്ളിക്ക് തന്നെ അറിയാം അവരെന്ത് പറയാൻ പോകുന്നതെന്ന് അറിയാം, എന്നിട്ട് അതെ. അവരെന്ത് പറയുന്ന അതിന്റെ ഓപ്പോസിറ്റ് എങ്ങും അറിയാം. അപ്പൊ അതെ. അവര് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സുഖിക്കാനായിട്ടാണോ ബിഗ് അതെ. ബോസിലോട്ട് വന്നത്.
മോശമാന്ന് പറഞ്ഞു ജിസേല് കഴിഞ്ഞാൽ അങ്ങനെ മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സഹിക്കണം. ബിഗ് അതെ ബോസ് വരുന്നത് ലക്ഷറിക്ക് വേണ്ടിയിട്ടല്ല. അതെ ഇയാൾക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഇത് ചോദിക്കുന്നത്? ടോർച്ചർ ചോദ്യം. ആയിരുന്നു ലാലേച്ച ജിസേൽ പറഞ്ഞില്ലേ മറ്റേ ആ, ജയിൽ ടാസ്ക് ടോർച്ചർ ആയിരുന്നു. അത് നീയല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ഒന്നും അനുസരിക്കാത്തത്, അതുകൊണ്ടാ പൈരെ എന്ന് പറഞ്ഞു. ടോർച്ചർ അതെ വന്നത്. എനിക്കത് അവർ അറിഞ്ഞുകൊണ്ട് ജിസേലിൽ കൊടുത്താണ് ഇങ്ങനെ റൂൾ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ. ഇനി പക്ഷെ അത് ജയിലിൽ കൂടുതൽ വരാതെ. പുള്ളിക്കാരിക്ക് ടോർച്ചർ ആവാൻ കാരണം ഈ ഒനിയില് ഒന്നും ചെയ്യാതിരുന്നോണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനിപ്പോ അതെ അവൻ ലൈവിൽ വല്ലതും ചെയ്തോന്ന് എനിക്കറിയാൻ പാടില്ല. എപ്പിസോഡിന്റെ അകത്ത് കണ്ടതിന്റെ അകത്ത് പുള്ളിക്കാരിയായിരുന്നു കൊട്ടിക്കൊണ്ട്, എന്നിട്ട് ഇവൻ അതെ വന്നിരുന്നിട്ട് ഭയങ്കര പാടായിരുന്നു ആ, ലാലിച്ച. നീ അവിടെ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു. അതെ അല്ല അതെ ഭയങ്കര പട്ടായിരുന്നു. അല്ല അല്ല പുള്ളി ഇതിന്റെ എന്തോ ചെയ്തോ തുടക്കത്തിൽ എന്തോ ചെയ്തെന്ന് തോന്നുന്നു, എന്നിട്ട് കിടന്ന് ഉറങ്ങിയാന്ന് തോന്നുന്നു. കുറച്ചു നേരം 1 മണിക്കൂർ എന്തെങ്കിലും ചെയ്തതായിരിക്കും. ഓയ്, അതെ അത് കൊട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കല്ലേ മെനക്കേട്. മറ്റേ ആൾക്ക് ഓരോ മണിക്കൂറാകുമ്പോ 2 കൈ കൊട്ടുക, സമയം എന്താന്ന് പറയുക, അതെ അത്രയല്ലേ ഉള്ളൂ. പാവം അവൻ കിടന്ന് ജിസേൽ. ഉറങ്ങി രാത്രിയില്. അതെ എന്താണേലും പക്ഷെ കറക്റ്റ് അവർ ഏകദേശ സമയം ജിസയിൽ പറഞ്ഞായിരുന്നു 10:30 എന്നുള്ളത് പറഞ്ഞു. പക്ഷെ എന്നിട്ട് പിന്നെ ഇവൻ മറ്റേരെ 10:45 പറഞ്ഞോണ്ട് പറഞ്ഞു. അതിനും 10:45 കുളവാക്കികള്. ആ അതെ. പുള്ളി ആ മറ്റേ പണിപ്പുരയ്ക്ക് അകത്ത് കയറിയിട്ട് മലന്നടിച്ച് മറന്നടിച്ച് നമ്മളത് ഞാൻ കണ്ടില്ല അത് എപ്പിസോഡിൽ. ആ എപ്പിസോഡിൽ എപ്പിസോഡിലുണ്ട്. കാണിച്ചില്ലല്ലോ. ഉണ്ട് 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 എപ്പിസോഡിലുണ്ടോ? പോടാ, ഞാൻ കണ്ടില്ല. മഴ ഏഹ് നടിച്ച് വീഴുന്നുണ്ട് എപ്പിസോഡിലല്ലേ? എപ്പിസോഡ്. ഉണ്ടോ? ആ എപ്പിസോഡിലുണ്ടല്ലോ. ഓ ഞാൻ ഞാൻ കണ്ടില്ല. എപ്പിസോഡിലുണ്ട്. അത് ഞാൻ അതിന് കണ്ടില്ല. ഞാൻ ലൈവ് കൊല്ലുള്ളത് ഉണ്ട്. ആ എപ്പിസോഡ് തന്നെയാണല്ലോ ഉണ്ട്. ആണോ? മലന്നടിച്ച് വീണായിരുന്നു. ഞാൻ എന്റെ കണ്ടില്ല. ജിസയിൽ പുറത്തിറങ്ങിയിട്ട് ഒന്നിൽ ചേട്ടൻ വീണുന്ന്. അതെ എന്താണേലും കൊള്ളാം. ഞാൻ നിനക്ക് വീഡിയോ പിന്നെ അയച്ചില്ല, അവർ ഒന്നിച്ചാണോ കടന്നത്? നീ പറഞ്ഞ അല്ലെന്ന്. ആന്ന് എടാ അത് അവര്. എപ്പിസോഡിന്റെ അകത്ത് അവര് രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഏതാണ്ടേ കാണിച്ചുള്ളൂ. അപ്പൊ അവരപ്പുറം ഇപ്പുറം എങ്ങനെ കിടക്കുന്നത് ഏതാണ്ടേ കാണിച്ചുള്ളൂ. പക്ഷെ ഞാൻ അയച്ച വീഡിയോക്കകത്ത് ഒന്നിച്ച് കിടക്കുന്ന പോലല്ലേ തോന്നിയത്. ആ ഒരു പായ്ക്കകത്തെങ്ങാണ്ട്. പുതപ്പല്ലേ ഉണ്ടായിരുന്നുണ്ട്. അതാ അതന്നെ ഞാൻ പറഞ്ഞു, ഒരു പായൽ ഉദ്ദേശിച്ചത്. ഒന്നിച്ചല്ലേ കിടക്കുന്നത്, അതാ പറഞ്ഞു. വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ. പിന്നെ ഉള്ളത് ഒരു അരകല്ല് പോലത്തെ ഒരു സാധനം ഇങ്ങനെ താഴോട്ട് ചെരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഐറ്റം. അതിന്റെ അത് അതെന്തിനാ വെച്ചിരിക്കുന്നത്? അവര് അത് കിടക്കാനും അതെ പറ്റത്തില്ലേ? അതെനിക്ക് അവര് മനസ്സിലാവും. തറയിലാണ് കിടക്കുന്നത്. അധികം സ്ഥലമില്ലാതെ ഇത്തിരി ഡിസ്കംഫർട്ടബിൾ ആക്കാനായിട്ടായിരിക്കും. അതെന്ത് ഉദ്ദേശിച്ച ആരെങ്കിലും? ഞാൻ വിചാരിച്ചു അതേ ഇങ്ങനെ കിടക്കണോ, അതേ കിടക്കാനും പറ്റില്ലല്ലോ, താഴെ പൊത്തിക്കും. ഇല്ല, അത് കിടക്കാനൊന്നും എന്തോ ഇതാ, പറ്റത്തില്ല. എന്തിനാണാവോ സ്ഥലമില്ല. അത് അതെന്തോ പറഞ്ഞില്ല, അതിന്റെ ഇല്ലാതാക്കാനാ. അതിന്റെ എന്തോ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആ. ഇപ്പൊ അത് നടുക്കില്ലായിരുന്നെ അവർക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടുമല്ലോ. കറക്റ്റായി പക്ഷെ നടുക്കൊണ്ട്. അതല്ല, ഇതിങ്ങനെ ചരിഞ്ഞിരിക്കുന്നതിനൊരു എന്തെങ്കിലും ഒരു ഇത് കാണും. അത് ആ ലാലേച്ചൻ എനിക്ക് തുടക്കത്തിൽ എന്തോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി, പക്ഷെ എനിക്ക് ഓർമ്മയില്ല അതെന്തോ. അപ്പൊ കിടക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ള രീതി. അപ്പൊ ഞാൻ ഓർത്തു ജയിലിൽ നിന്നോണ്ടിരിക്കണായിരിക്കും എന്നുള്ള രീതി. പക്ഷെ ഉം. അവിടെ വേറെ സ്ഥലമുണ്ട് അവർക്ക് കിടക്കാനായിട്ട്. എന്താണോ എന്താണേലും ബിഗ് ബോസ് ഒരു സൈക്കോ ആയതുകൊണ്ട് അതെ. ഇങ്ങനത്തെ ഓരോന്നൊക്കെ കൊടുക്കുന്നു. എനിക്ക് ഈ ചെറിയ സമയത്ത് ഈ നെവിന്റെ കളി കുറച്ച് കൂടുതലായിട്ട് ഓവർ ഒരു ഇതായിട്ട് ഉം, തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക്. പ്രത്യേകിച്ച് ജിസൈലിന്റെ അടുത്ത് ഉം, ഭയങ്കര ഒരു ഓവർ ഒരു ടച്ചിങ്ങും ഓവർ ഒരു ഉം. ഇങ്ങോട്ട് എന്നിട്ട് ഇത്തിരി ഓവറാ, ഭയങ്കര അല്ല ഓവറായിട്ട് അത് കളിക്കുന്നത്. അവൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു ചേച്ചിയുടെ സ്നേഹം ഇതുവരെ കിട്ടിയിട്ടില്ല എന്റെ അതുകൊണ്ടാണ്. ചേച്ചി 2 ആഴ്ച കൊണ്ട് അവന്റെ ചേച്ചിയായി. അതിപ്പോ നമ്മള് ബിഗ് ബോസിൽ സ്ഥിരം കാണുന്നതല്ലേ. നീ എനിക്ക് പുള്ളയാ വേണുണ്ടാ, ആ, നമ്മുടെ അർച്ചനൊക്കെ പറഞ്ഞ ഓർക്കുന്നുണ്ട്. തമിഴില് അതെ. യെസ്. ഓവർ, പക്ഷെ ടച്ചിങ് ഇച്ചിരി ഓവറാണ് പുള്ളി. പക്ഷെ പുള്ളിയുടെ ക്യൂട്ട്നെസ് ഒക്കെ ഇപ്പൊ കുറച്ച് കുറച്ചിട്ടുണ്ട്. അത് ലാലിച്ചിനെ കുറച്ചോ പറഞ്ഞു. ലാലിച്ചിന്റെ കയ്യിൽ നിന്ന് വയർ കുറച്ചുകൂടെ നിറച്ച് കിട്ടിയായിരുന്നല്ലോ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ചുകൂടെ ആഴ്ച. സീരിയസ് ആയിട്ടുണ്ട് പുള്ളി. ചുമ്മാ ഇപ്പൊ ആരും എന്തെങ്കിലും കള്ളൻ എന്ന് പറഞ്ഞ അപ്പം കടന്ന് അലയ്ക്കും. പിന്നെ കള്ളത്തരം അതെ. കാണിച്ചതിനെ കള്ളൻ നല്ലത്. പിന്നെ അതാണ്. പിന്നെ അഭിലാഷ് ഒന്ന് ഒന്ന് ഒതുങ്ങി വന്നതായിരുന്നു. പക്ഷെ പുള്ളി പിന്നെ മറ്റേ ഇതിന്റെ അകത്ത് ചുമ്മാ കയറി ഡയലോഗ് പ്രശ്നം പറഞ്ഞു. ഉണ്ടാക്കി, പക്ഷെ അങ്ങനെ ഒതുങ്ങിയിരിക്കാത്തത് നല്ലത്. ഉം. എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലേ നല്ലത്, അല്ലേ പെട്ടെന്ന് പക്ഷെ പോയേണ്ടി പുള്ളി വന്നു. മറ്റേ ഇവര് ഓരോ ടാസ്കിന് ഈ ആര്യനെയും ജിസേലിനെയും തന്നെ സെലക്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞത് കുറച്ച് കറക്റ്റാണ്. കറക്റ്റാണ്. അതെന്തായാലും ഇപ്പം മാറും ഇനി, അത് ആ മാറി കിട്ടും നല്ലതായി. അതെ. പിന്നെ പിന്നെ എന്താ ഷാനവാസ് ഒക്കെ അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും അങ്ങനെ ഒന്നും ചീസിന്റെ ലളിതന് ഒക്കെ വയറ് നിറച്ച് കാര്യത്തിൽ. കിട്ടിയായിരുന്നല്ലോ ആ വീക്കെൻഡിൽ. അത് ശരിക്കൊരു കാര്യം പറയാം, നീ ഇപ്പൊ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ. അത് കഴിഞ്ഞിട്ട് അത് പണിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ നടന്ന്. അല്ല അക്ബറിന്റെ പണിയല്ല കാര്യം അക്ബർ. ചോദിച്ചത്. ആ ആ അതാ പറഞ്ഞ അതാ നോട്ടം പറഞ്ഞ എന്തോ നോട്ടം ആ ശരിയല്ല, ജി- എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ജിസേൽ എന്റെ നോട്ടമാണ്. അല്ല അല്ല നിന്റെ നോട്ടമല്ല, ബാക്കിയുള്ളവരുടെ നോട്ടം. അതാ പുള്ളി പറഞ്ഞിട്ട് രതിലലിച്ച ആ ആ പറയാനും പറ്റത്തില്ല. ആ, അവിഞ്ഞു പുള്ളി. അതെ. എന്തൊരു അല്ലാതെ ഈ പറയാൻ പറ്റുന്ന കാര്യമൊക്കെ എന്തിനേയും ആ കാര്യമായിട്ട് വിളിച്ചിരുത്തി ആവശ്യമില്ലാത്ത പറയുന്നത്. കാര്യങ്ങളൊക്കെ.
അത് ഞാൻ പറഞ്ഞത് ഓർത്ത് ഇവർക്ക് അറിഞ്ഞൂടെ ഇതെല്ലാരും കാണുന്നത്. എനിക്കറിഞ്ഞു അപ്പാനും ശരത്തും മറ്റേ ശൈത്യം കൂടെ കൂടോത്രത്തിന്റെ കാര്യം ഇവര് ഡിസ്കസ് ചെയ്തിട്ട് അവസാനം അവിടെ വന്നിട്ട് ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലെന്ന്. ആരെയും കൂടോത്ര വിശ്വാസമുണ്ടോ? ഇല്ല. അവരെന്തോ ഓർക്കുന്നത് കാണിക്കുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ അവരെന്തോ ഓർത്തോണ്ട് ഈ പറയുന്നത്. ചില ആ, സമയത്ത് മറന്നു പോവായിരിക്കട്ടെ ക്യാമറ ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം. എന്നാൽ ഇത്രയും ലെങ്തി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇത്ര പെട്ടെന്ന് പറഞ്ഞത് എന്താ അത് ഷിമേഴ്സ്. മനസ്സിലുണ്ട് താൻ, ഇത് പറയുകയും വേണം, എവിടെ പോയിരുന്ന് പറയും. ഞാൻ നോക്കിയിട്ട് വല്ല ബാത്റൂമിലൊക്കെ കയറുമ്പോ ബൈക്കൊക്കെ ഊരി വെച്ച് തന്നെ ഇരുന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതെ. ഇതിപ്പോ ഇങ്ങനെ പക്ഷെ പാവ ശൈത്യ അതിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് പെട്ടുപോയേനെ. കാര്യം ആ പുള്ളിക്കാരി അനുമോളുടെ കാര്യം അല്ല ഉദ്ദേശിച്ചത്. പക്ഷെ പക്ഷെ അത് പക്ഷെ അനുമോളെ അനുമോൾ അങ്ങനെ സത്യത്തിലുണ്ടല്ലോ, എടുക്കൂല. അനുമോളെ കാണിക്കണമായിരുന്നു എന്തേലും ഈ ശൈത്യ വർത്താനം പറഞ്ഞ വീഡിയോസ്. പക്ഷെ അനുമോളെ കുറിച്ച് തന്നെ അവള് ഭയങ്കര ദൈവവിശ്വാസിയാ എന്നൊക്കെ പറഞ്ഞ അവിടെ ഇരുന്നുണ്ട്. ആ അത് പറഞ്ഞു. ആ പുള്ളി പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന പുറത്തുള്ളവരായിരിക്കാം പോലെ. എന്നൊക്കെ ഉള്ള ആ രീതിയിൽ പറഞ്ഞു. ചിലപ്പോ അത് അനുമോളുടെ വീട്ടുകാരാണോ ഇത് എനിക്ക് എന്ന് പറഞ്ഞു. അത് പുള്ളി പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അത് കാണിച്ചില്ല. സത്യത്തിൽ അത് കാണിക്കണമായിരുന്നു. അന്നേരം മറ്റേ ശൈത്യയുടെ ഒരു എന്താ പറയുന്നത്, ഇവളുടെ പുറകിൽ കിടന്ന് കളിക്കുന്ന പോലെ ഒരു ഇമേജ് അനുമോൾക്ക് കിട്ടിയേനെ. അപ്പൊ അതൊരു നല്ലൊരു അല്ല പക്ഷെ കണ്ടന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നതെന്നാ അറിയാം, അത് കാണിക്കാത്ത ഒരു കണക്കിന് നന്നായി. കാര്യം അനുമോൾ ഇപ്പം ശൈത്യയുടെ അടുത്ത് ഇന്നത്തെ എപ്പിസോഡിൽ എന്താ പറഞ്ഞത്, നീ ഇവിടെ ഉള്ളതാണ് എന്റെ ഏക ധൈര്യം. അപ്പൊ അനുമോളുടെ അതൊരു ഗെയിം ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് അനുമോള് ഇപ്പൊ അനുമോളെ നോക്കിക്കോണേ. വെറും ഇതാ എന്താ പറയുന്നത്, ഇതെല്ലാം അനുമോൾ ഉണ്ടാക്കി നമ്മൾ ഈ കരച്ചിലെല്ലാം കാണത്തില്ലാതെ എനിക്ക് തോന്നുന്നു. നമ്മളെ മറ്റേ ആ ശൈത്യം എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് കരഞ്ഞു വന്ന് അതിന്റെ ഇടയ്ക്കൂടെ അവളെ ഉണ്ടാക്കുക, അവൾ അതിന്റെ പുറത്ത്. അപ്പൊ ഞാനും വന്നു ശൈത്യം എന്തെങ്കിലും അല്ല അത് പറയുന്നതിന് മുമ്പ് അവളുടെ കാര്യം എടുത്തു പറയും. അല്ല അത് ഞാൻ ആ മൊമെന്റ് എങ്ങനെ കണ്ടെന്ന് വെച്ചാല്, ഇപ്പം അനുമോൾ ഇപ്പൊ തന്നെ പുള്ളിക്കാരി ഉണ്ടാക്കിയിരിക്കുന്ന ഇമേജ് ആ വീട്ടിലുള്ള ആർക്കും എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ല, എല്ലാരും എനിക്ക് ഓപ്പോസിറ്റ് ആന്നുള്ള ഒന്ന്. ആകെപ്പാടെ ഉള്ള ഒരു കൂട്ട് ശൈത്യ. ആ ശൈത്യയെ ഇവളെ ചതിക്കുവാണ്. അപ്പൊ അവക്ക് കൂടുതൽ ആ രീതിയിലൊരു സപ്പോർട്ട് കണ്ടന്റ് കിട്ടുമല്ലോ. ഉണ്ടാക്കുക. ആ അവരുടെ അതാണ്. മകളി ആ തന്നെ. ഇപ്പൊ പറഞ്ഞു കണ്ടില്ലേ, ദൈവമായിട്ട് നിന്നെ അയച്ചതാണ്. എടാ എനിക്ക് തോന്നി ഇവക്കറിയാം, ആ ഇവളിങ്ങനെ പറയും. കാരണം ഇപ്പൊ പറയുന്നുണ്ടെന്നുള്ളത്. കുറച്ചായല്ലോ ആ ഡിസ്കസ് രണ്ടു മൂന്ന് ചെയ്യുന്നു. ഇത് ആ കേൾക്കുന്നുണ്ട്. അപ്പൊ അവൾ അത്ര മണ്ടിയല്ല. അവൾ അത് ആ അറിയാത്ത പോലെ ഇങ്ങനെ ആ നിക്കുന്ന. ആ എന്നിട്ട് പാവമായിട്ട് ആ എല്ലാരെയും വിശ്വസിച്ച് നിന്നിട്ട് നിക്കുന്ന എന്നിട്ട് ഏതെങ്കിലും ഒരു എന്നിട്ട് ദിവസം കണ്ടോണം. കുറച്ച് കഴിയുമ്പോൾ ഇത് പൊട്ടിക്കോള്. എന്നിട്ട് അതിനാ പറയും ഞാൻ എന്റെ ഹ്യൂജ്. അത്ര അതെ വിശ്വസിച്ചതാണ്, ആണ്. ദൈവമായിട്ട് അയച്ചതെന്നൊക്കെയാ കരുതിയത്. എന്നിട്ട് അവൾ എന്റെ ആ അതായത് ഒരു കട്ടപ്പാ ആ ബാക്കുന്ന ആ മൊമെന്റ് അവൾ അതെ ഉണ്ടാക്കും. ഉണ്ടാക്കും. അതാ പറഞ്ഞത് പുള്ളിക്കാരി എല്ലാം. മിടുക്കിയാണ്. എല്ലാം ഫാബ്രിക്കേഷൻ ആയ അനുമോള്. ഒന്നും എനിക്ക് എല്ലാം ഫേക്ക് ആയിട്ട് തോന്നി അനുമോളുടെ കാര്യങ്ങൾ. ഒന്നും ഒരു പക്ഷെ അങ്ങനെ ട്രൂ വേണ്ടേ, അതല്ലേ അങ്ങനെ നല്ലൊരു ഗെയിമല്ലേ. ഗെയിം ഭയങ്കര ജെനുവിൻ അല്ല. അത് നമുക്ക് അങ്ങോട്ടൊരു ഒരു താല്പര്യം തോന്നുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അത് പക്ഷെ നമുക്ക് വേണം. ജെനുവിൻ അല്ലാത്തോണ്ട് ഒരു വിഷമം. ജെനുവിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടായേനെ, നമ്മൾ സപ്പോർട്ട് ചെയ്തേനെ. ഇത് കാര്യം എല്ലാം ഫാബ്രിക്കേറ്റഡാ അല്ല ഈ അങ്ങനെ അനുമോള്. നിൽക്കുവാണെങ്കിലേ അനുമുക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത. കാരണം എനിക്ക് പലപ്പോഴും എന്താ പറയുന്നത്, കുഴപ്പമില്ലല്ലോ അനുമോൾ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ക്യൂട്ട്നെസ്സും ഇങ്ങനത്തെ കുറെ ആ, കരച്ചിലും ആ. പിടിച്ചിലും കാണുമ്പം എടാ ഞാൻ കയറും. പറയട്ടെ, നമ്മൾ ഇത് കുറെ നാളായിട്ട് കാണുന്നോണ്ട് നമുക്കിത് ഉം, കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ എല്ലാവർക്കും ഇത് മനസ്സിലാവത്തില്ല. കാരണം ഈ ഉം. ടി വി കാണുന്ന കുറേ പേർക്ക് ഇത് മനസ്സിലാവും. കാരണം ആരും നമ്മളെ കൂട്ട് ഇപ്പം പ്രത്യേകിച്ച് യൂട്യൂബിനകത്തിന്റെ അനുമോളുടെ സീരിയൽ ആ അമ്മമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെപ്പോലെ ഇപ്പൊ അവരൊക്കെ യൂട്യൂബിന്റെ വീഡിയോസ്, മറ്റുള്ളവരുടെ റിവ്യൂസ്, അങ്ങനെ അനലൈസ് അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല. അവര് കാണുന്നു വിടുന്നു ആ ഒരു ഇതില്ല. അപ്പൊ അവർക്ക് ഇത് ഒട്ടും മനസ്സിലാവത്തില്ല. അപ്പൊ അവരുടെ വോട്ടെല്ലാം ഇവർക്ക് വരും. ഉം. അവരെ ഉദ്ദേശിച്ച് തന്നെ കളിക്കുന്നത്. ആ അവരുടെ അതെ വോട്ട് അതെ അതെ. കിട്ടണം എന്ന് മാത്രമേ പുള്ളിക്കാരിക്ക് ആ ഉദ്ദേശിച്ചുള്ളൂ. കാരണം അല്ലെങ്കിൽ ഈ ഓൺലൈനിലുള്ള കുറെ പേരെ സപ്പോർട്ട് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ളൊരു വോട്ട് ചെയ്താലേ അവിടെ നിൽക്കാൻ പറ്റൂ. മനസ്സിലായോ? നിക്കത്തുള്ളൂ. ഇവര് പുറമെ ഇങ്ങനെ ഡിസ്കഷൻ നടത്തുള്ളൂ, വോട്ട് ആ ചെയ്യാറില്ല. വോട്ട് വോട്ട് ചെയ്യാറില്ല. ചെയ്യുന്നതൊക്കെ ഇവരാ. ആ അതുകൊണ്ടാണ് ഈ കണ്ട എല്ലാ ആംഗിളുകളും ഉണ്ട്. വീട്ടിലെ അതെ. എന്താ പറയുന്നേ, കാല് തൊട്ട് മാപ്പ് ചോദിക്കുന്നു, നല്ല ആ അച്ചടക്കൊക്കെ ഉള്ള കുട്ടി. അതാ പറഞ്ഞെ, ഇവിടെ ഏ? മൊത്തം നാടകം ഈ അനുമോളുടെ. എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത്. ആ ഉം. ജെനുവിനിറ്റി ഇല്ല. അല്ലാതെ അതാണ് പ്രശ്നം. ഫുൾ നാടകം. പക്ഷെ അനുമോൾ അതുകൊണ്ട് തന്നെ ഉടനെ ഒന്നും പുറത്ത് പോവില്ല. അതെ, അവള് ഇരിക്കുന്നു ശൈത്യം ഒരു ചിലപ്പം. കരുവാക്കി വെച്ചിരിക്കുകയാണ്. അത് ശൈത്യ പുള്ളിക്കാരിക്കറിയാം. അല്ല അത് ശൈത്യക്കല്ല, അനുമോൾക്ക് അറിയാം ഇവൾ എന്തൊക്കെയോ പുറകെ കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം. കാണിക്കുന്നുണ്ട്. കാരണം ലാലിച്ച് കഴിഞ്ഞ ആഴ്ചയും ചോദിച്ചെന്ന് തോന്നുന്നു, പിന്നെ ഈ ആഴ്ചയും ചോദിച്ചു. ആ അതുകൊണ്ട് ഇവക്കറിയാം നമ്മള് വെച്ചേക്കുവാ കുറച്ച് കഴിഞ്ഞ് പൊട്ടിക്കാൻ. പൊട്ടിക്കാം. ആ അതുവരെ ഇങ്ങനെ നീയാണ് എന്റെ ആ ഏക ബലം അതെ. എന്നൊക്കെ പറഞ്ഞ് കാരണം നീ എഡിറ്റിലൊക്കെ വരുമല്ലോ, അതായത് നമ്മളെ ബെസ്റ്റ് ഗെയിമറായിട്ട് ചൂസ് ഗെയിം. ചെയ്യുന്നു, മറ്റേ ആ ഇതിനകത്ത് ആ ബെസ്റ്റ് ഗെയിമറായിട്ട് ചൂസ് ചെയ്യുന്നു, ഓ നീയാണ് എൻ്റെ എല്ലാം എന്നൊക്കെ പറയുന്നു. അവസാനം ഇതെല്ലാം ഉം. കൂടെ പൊട്ടിക്കും. എന്നിട്ട് കടന്ന് പിന്നെ ഒരു 2 ദിവസം കരച്ചില്ലായിരിക്കും ഇതിന്റെ പേരിൽ. ആ അതാണ് ഉം. പുള്ളിക്കാരുടെ പ്ലാൻ.
കൊള്ളാം, നല്ലൊരു മികച്ച പ്ലാനാണ്. ഇങ്ങനത്തെ ശൈത്യയുടെ മണ്ടന്മാരെ പറ്റിക്കാൻ പറ്റിയ നല്ലൊരു ഗെയിം പ്ലാൻ ആണ്. എടാ അതാണല്ലോ ആൾക്കാരെ മണ്ടന്മാരാക്കുക എന്നുള്ളതാണല്ലോ ഇതിൽ. സത്യം പറഞ്ഞ എല്ലാരും ഉണ്ടല്ലോ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതെന്നുള്ള രീതിയിലാണ് ബിഗ് ബോസിനെ കാണുന്നത്. പക്ഷെ ബിഗ് ബോസ് ശരിക്കും നാട്ടുകാരുമായിട്ടാണല്ലോ നമ്മൾ കളിക്കുന്നത്. നാട്ടുകാരെ എങ്ങനെ മണ്ടന്മാരാക്കി നമ്മളെ വിജയിപ്പിക്കാം അതെ, എന്നുള്ളതാണല്ലോ ബിഗ് ബോസ്. നാട്ടുകാരെ കൺവിൻസ് ചെയ്യുന്നതാണ് ഗെയിം. അതാണ് അത് അനുമോൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അനുമോളുടെ ചെയ്യുന്നുണ്ടോ അനുമോളുടെ ആരാധകർക്ക് വേണ്ടി എല്ലാ അവരെ ഓഡിയൻസിനെയും വൃത്തിയായിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഓഡിയൻസിനെ കൺവിൻസ് നമ്മൾ അതില്ല, ബുദ്ധിയുള്ളവർക്ക് ഉറപ്പായിട്ടും ഇല്ല. മനസ്സിലാവും. അത് ഉറപ്പായിട്ടും ഇല്ല. കുറച്ച് ഈ ബുദ്ധി മീൻസ് അധികം ഇങ്ങനെ കുരുട്ട് ബുദ്ധി ഒന്നും ഇല്ലാത്തവർക്ക് മനസ്സിലാവത്തില്ല. പിന്നെ പിന്നെ ആരാ അതിൻ്റെ അകത്ത് പിന്നെ ഒന്നും കാണാനില്ലാത്തത് രേണുസുതി. ഈ ആഴ്ച പോവായിരിക്കും ചിലപ്പം, പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാരിക്ക് ഇനി വോട്ട് വീഴുന്നുണ്ടോ. ഈ ആഴ്ചത്തെ നോമിനേഷൻസിലുള്ളത് ബിന്നി, അഭിലാഷ്, നൂറ, ആദില, ആര്യൻ, രേണു, ഒനീൽ, ഇവരൊക്കെയാണ് ഉള്ളത്. ആര്യനും ആദിലയും നേരത്തെ ഡയറക്റ്റ് നോമിനേഷനിലൂടെ കയറിയവരാണ്. ആദിലേനെ വേറെ ആരണ്ടും എടുത്തേ ഒനീലാന്ന് തോന്നുന്നു. ഒനീലിനെ ആദിലേനെ ഡയറക്റ്റ് നോമിനേഷൻ. ആര്യന് ഓൾറെഡി മറ്റേ ഇതിന്റെ അകത്തൂടെ കയറി. അല്ലല്ല, ഒനീലിന് 5 വോട്ട് കിട്ടിയിട്ടാവും വന്ന്. ആദില മാത്രമേ ഉള്ളൂ. അപ്പം ആരും ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ല. ആദിലെ ബിന്നിയാണ്. അല്ല, ബിന്നി ഇതിലൂടെ തന്നെയാണ് വന്നത്. അപ്പൊ ഡയറക്റ്റ് നോമിനേഷൻ ഒരാൾക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആര്യൻ ഓൾറെഡി അഭിലാഷും ആദിലയോ ഡയറക്റ്റ് നോമിനേഷൻ. അവർ രണ്ടുപേരും ഇതുവരെ നോമിനേഷനിൽ വന്നിട്ടില്ല എന്നുള്ള ആംഗിളിലാണ് പറഞ്ഞത്. പിന്നെ ആര്യൻ ഓൾറെഡി ഉള്ളത് കൊണ്ട് അവൻ അതിന്റെ അകത്തോട്ട് വന്നു. ആൾക്കാര് ആര്യനെ പുറത്താക്കാതിരുന്നാ മതി, റേനുവിനെ പുറത്താക്കിയാൽ മതിയായിരുന്നു. അതെ, ദേഷ്യം കാരണം ചിലപ്പം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വല്ല വോട്ടും വന്നാലും വരുമായിരിക്കും. നമ്മുടെ അക്ബറിന് വേറെ കണ്ടിന്ന് വരുന്നുണ്ടല്ലോ. എൻ്റെ വൈഫ് വേറെ ഏതോ ലാംഗ്വേജിൽ വോട്ട് ചെയ്യിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അറബിയിലാണോ? അറബിയല്ല, വേറെ തെലുങ്കോ കൊങ്കണിയാ ഏതോ ഒരു ലാംഗ്വേജ്. ഷാനവാസിന്റെ അത് പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് അക്ബറിന്റെ കിളി പോയി. മറ്റേ കാരണം ഓൾറെഡി ഒരു ഇതുണ്ടല്ലോ അനുമോള് പറഞ്ഞത്. ഇവർ രണ്ടുപേരും ഈ ഒരു ടൈപ്പ് ഇതാ പറഞ്ഞത്. വേറെ ആരും ഈ പരിപാടി ചെയ്യുന്നില്ല. അതിന്റെ മെയിൽ വെർഷനും ഫീമെയിൽ വെർഷനും കൊലപുരുഷനും കൊലസ്ത്രീ. സരികയായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ കൊലസ്ത്രീ ആവാൻ പോകുന്നത്. പുള്ളിക്കാരി ഇങ്ങനത്തെ തെണ്ടിത്തരം ഒന്നും പറയാറില്ലായിരുന്നു. ഇല്ല. പുള്ളിക്കാരി ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ എന്താ ചെയ്യാം, ഗെയിം കളിച്ചില്ല, അതൊട്ട് പുറത്തായി. അതെ, അത് നല്ല ഇത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങനെ നമുക്ക് ഇതുവരെ പോയാൽ അങ്ങനെ ഭയങ്കര അൺഫെയർ എന്ന് പറയാനും മാത്രമുള്ളതൊന്നും ഇല്ല. ഇവര് നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ശാരീരികമായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഒരു അത്. എന്നാലും പുള്ളിക്കാരിയും ഗെയിമൊന്നും കളിക്കുന്നില്ലായിരുന്നല്ലോ. ഗെയിം കളിക്കുന്നത് പുള്ളിക്കാരി എനിക്ക് വിചാരിച്ചോണ്ട് ജസ്റ്റ് ജനറൽ റിയാക്ട് ചെയ്താൽ മതി എന്നായിരുന്നു തോന്നുന്നു. പ്രത്യേകിച്ചൊരു ഇതില്ലായിരുന്നു. അതുകൊണ്ട് എന്താണേലും പക്ഷെ പുള്ളിക്കാരി മറ്റേ സരികയുടെ ഇത് പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു കുലസ്ത്രീ എന്ന് തന്നെ ഞാൻ പറയും. സരികയ്ക്കൊന്നും ഒന്നും കാണിക്കാനില്ലായിരുന്നു അവരുടെ AVയിൽ. പക്ഷെ അതിനേക്കാളും കൂടുതൽ ശാരികയ്ക്ക് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് മറ്റേ സരികയുടെ അകത്ത് എഡിറ്റിന് കണ്ട അവസാനം ഇങ്ങനെ തിരിച്ച്, അതായത് റിവേഴ്സ് കാണിച്ചത്. എനിക്കൊന്നും അത് ഒന്നും ഇല്ലാത്തോണ്ട് റിവേഴ്സില് അതേ പറഞ്ഞ അതിന്റെ അകത്തൊന്നും ഇല്ലായിരുന്നു. തന്നെ പിന്നെ റിവേഴ്സിലായിട്ട് കാണിച്ച് എഡിറ്റർ ബ്രില്യൻസ്. പക്ഷെ ശാരികയുടെ അകത്ത് ഉണ്ടായിരുന്നു. എന്തൊക്കെയോ പുള്ളിക്കാരി ചെയ്തോണ്ടാണേലും കൊള്ളാം. ഇപ്പം ഇതൊക്കെയാണ്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ നമ്മള് എന്ത് വിട്ടുപോയ എന്തെങ്കിലും? പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ആഴ്ച ഇപ്പം രേണുസുതി പോണം എന്നാണ്. പോണം, കുറെ പേര് വൈൽഡ് കാർഡ് വരണം. സമയം എത്രയായില്ലേ? എത്ര ദിവസം? 20-21 ദിവസം വൈൽഡ് കാർഡ് വരണം. അല്ല, ഇത് ഭയങ്കര ബോറിങ്ങാ. ആരും ഒരു സുഖമില്ല. ആകെ അനീഷുണ്ട്. അനീഷും വലിയൊന്നുമില്ല. നല്ലൊരു ഗെയിമർ ആരെങ്കിലും ഒന്ന് വന്നായിരുന്നെങ്കിൽ, നല്ലൊരു കുറച്ച് കണ്ടസ്റ്റന്റ് വരണം. കാരണം ഇപ്പം നല്ലതായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസ് വൈൽഡ് കാർഡായിട്ട് വന്നാൽ അവർക്ക് മിക്കവാറും കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു ഗെയിമർ വരണം. ഇതുപോലായിരുന്നു നമ്മുടെ സീസൺ 7 തമിഴിൽ
വൈൽഡ് കാർഡ് ജയിച്ച അർച്ചന. അർച്ചന വന്നു. ആ പുള്ളിക്കാരി നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് അവിടെ നിന്ന് എല്ലാത്തിനെയും അടിച്ചൊതുക്കി തന്നെ അർച്ചന. അതുപോലെ ആരെങ്കിലും നല്ലൊരു ഗെയിമർ വരണം. പ്രതീക്ഷിക്കാം. ഇത്തവണ 7ന്റെ പണിയായതുകൊണ്ട് 7 പേര് കയറുമോ അതോ ഡബിളാക്കി 14 പേരെ 14 കയറിയാലും കുഴപ്പമില്ല. ഇപ്പം ഈ ഉള്ളവരൊന്നും വലിയ ഗുണമൊന്നുമില്ല. എല്ലാവരും പോന്നാലും കുഴപ്പമില്ല. ആൾക്കാര് ഇത്തവണ ആദില നൂറയിൽ ആരെങ്കിലും പുറത്താക്കുകയാണ് എന്തോ ചെയ്യും? കഷ്ടായിരിക്കും. അങ്ങനെ പുറത്താക്കത്തില്ലായിരിക്കും, എനിക്ക് തോന്നുന്നില്ല. രേണു പോണം എന്നാണ് എൻ്റെ ഒരു പോണെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടല്ലോ, കണ്ടന്റ് ഒന്നുമില്ല അതുകൊണ്ട്. ഇപ്പം അതൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത ആഴ്ച മറ്റ് വിശേഷങ്ങളുമായി. അതെ, വണക്കം. ബൈ. ബൈ.